Meet the editors. നിബന്ധന മാറ്റുമോ എന്നാണ് ചോദ്യം. ബാലകൃഷ്ണൻ, സംസ്ഥാന സമ്മേളനം തുടങ്ങാനിരിക്കെ മൂന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അതിൽ പല ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടി. ഒന്ന്, മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അടുത്ത ക്യാപ്റ്റനായി നയിക്കുമോ എന്നുള്ളതാണ്. അപ്പോൾ നയിക്കും എന്നുള്ള ഉത്തരമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. മറ്റു ഓപ്ഷനുകളെക്കുറിച്ച് പരിശോധിക്കേണ്ടതില്ല എന്ന് പാർട്ടി സെക്രട്ടറി റഹീസ് റഷീദിന് കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നുണ്ട്. രണ്ടാമത്തെ ചോദ്യം, 2 ടേം നിബന്ധനയും 75 വയസ്സ് കഴിഞ്ഞവർക്കുള്ള പ്രായപരിധി നിബന്ധനയും. ഇത് രണ്ടും ഒന്നെടുത്തത് കണ്ണൂരിലെ സമ്മേളനത്തിലാണ്, മറ്റൊന്ന് 2 ടേം നിബന്ധന വന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ്. ഇത് രണ്ടും മാറ്റുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇത് 2 ടേമിൻ്റെ കാര്യത്തിൽ പുനരാലോചന ഉണ്ടാവുമെന്നാണ് നമ്മൾ ഇന്ന് ബ്രേക്ക് ചെയ്തിരിക്കുന്ന വാർത്ത. നിബന്ധന മാറ്റുമോ? അല്ല, അക്കാര്യത്തിലൊരു പുനരാലോചന ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം എന്താ, ഇപ്പോൾ 2022 അവസാനത്തെ സംസ്ഥാന സമ്മേളനം നടന്നത്, മാർച്ചിൽ. അത് എറണാകുളത്ത് വെച്ചാണ് നടന്നത്. ആ സമ്മേളനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 2021 തുടർഭരണം കിട്ടിയതിന് ശേഷം നടന്നിട്ടുള്ളൊരു സംസ്ഥാന സമ്മേളനമാണ്. എന്നാൽ ഇപ്പോൾ 2025 നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനായിട്ടുള്ള തയ്യാറെടുപ്പുകളും തന്ത്രം മെനയിലുകളും ഒക്കെ ആയിരിക്കും ഏറ്റവും പ്രധാനമായി ഈ സംസ്ഥാന സമ്മേളനത്തിൽ സംഭവിക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടെ ഈ 2 ടേം നിബന്ധന എന്നതൊരു പ്രശ്നമായിട്ട് വരും. ഇപ്പോൾ CPM വിലയിരുത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് 3-ാം ഊഴത്തിനൊരു സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. കാരണം വളരെ കെട്ടുറപ്പുള്ളൊരു മുന്നണിയാണല്ലോ CPM നേതൃത്വം കൊടുക്കുന്ന LDF എന്ന് പറയുന്നത്. മറുവശത്ത് എന്താ സ്ഥിതി? കോൺഗ്രസും ലീഗും കഴിഞ്ഞാൽ പിന്നെ ശക്തമായൊരു പാർട്ടി അവിടെ ഇല്ല. പിന്നെ 2 സീറ്റ് കിട്ടിയിട്ടുള്ള ജോസഫിൻ്റെ പാർട്ടിയാണ് ഉള്ളത്. ബാക്കി എല്ലാവർക്കും ഓരോ സീറ്റ് വീതമാണ് ഉള്ളത്. പിറവത്ത് ജേക്കബിനൊരു സീറ്റുണ്ട്, RBക്ക് വടകരയിലൊരു സീറ്റുണ്ട്, പാലായിൽ പിന്നെ മാണി സി കാപ്പനൊരു സീറ്റുണ്ട്. കഴിഞ്ഞു. ഘടകകക്ഷികളെല്ലാം കൂടി കൊണ്ടുവരുന്നത് 5 സീറ്റാണ്. ബാക്കി 15 സീറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് ലീഗും 21 സീറ്റ് കോൺഗ്രസും. എന്താ CPMൻ്റെയും LDFൻ്റെയും സ്ഥിതി എന്ന് പറയുന്നത്? 21 സീറ്റാണ് കോൺഗ്രസിനുള്ളതെങ്കിൽ ഈ CPMന് 62 സീറ്റാണ് ഉള്ളത്. 3 ഇരട്ടി സീറ്റാണ് ഉള്ളത്. കഴിഞ്ഞ തവണ 2021 ആകെ അവർ മത്സരിച്ചത് 75 സീറ്റിലാണ്. അവിടെയാണ് ഈ 62 സീറ്റിൻ്റെ വിജയം ഉണ്ടായിരിക്കുന്നത്. 13 സീറ്റിലേ തോറ്റുപോയിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒരു 9 സീറ്റ് കൂടി കിട്ടുകയാണെങ്കിൽ ഒറ്റയ്ക്ക് ഭരിക്കാവുന്നൊരു ഭൂരിപക്ഷം പിന്നെ CPMൻ്റെ കഴിഞ്ഞ തവണ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ഈ പറഞ്ഞ ഈ 62 സീറ്റുകളും നിലനിർത്തുക എന്നുള്ളൊരു ടാസ്കിലേക്ക് തന്നെയാണ് CPM ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളിൽ അവർ മാറ്റം വരുത്തേണ്ടതുണ്ട്. കാരണം ഒരു 3-ാം ഊഴത്തിൻ്റെ സാധ്യത അവർ മുന്നിൽ കാണുന്നുണ്ട്. വലിയ ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ വലിയ ടാസ്ക്കാണ്. ഇപ്പോൾ ഒന്ന് നോക്കി, ഇപ്പോൾ മലബാറിൽ ആകെ കോൺഗ്രസിനുള്ള എത്ര സീറ്റുകളാണെന്നറിയാമോ? 2 സീറ്റ് വയനാട്ടിൽ നിന്നുണ്ട്, 2 സീറ്റ് കണ്ണൂരിൽ നിന്നുണ്ട്, 1 സീറ്റ് പാലക്കാട് നിന്നുണ്ട്, 5 സീറ്റാണ് ഉള്ളത്. പിന്നെ വണ്ടൂർ, പിന്നെ മലപ്പുറത്തുനിന്ന് 1 സീറ്റ്, 6 സീറ്റാണ് അവിടെ ഉള്ളത്. നോക്കൂ, മലബാറിൽ സീറ്റുകൾ ഇല്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണെന്നറിയാമോ കോൺഗ്രസിന്? കാസർഗോഡ് ഒറ്റ സീറ്റില്ല, കോഴിക്കോട് സീറ്റില്ല കോൺഗ്രസിന്. ഇപ്പോൾ തിരുവിതാംകൂറിലേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മധ്യകേരളത്തിലേക്കും കൂടി വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് 1 സീറ്റാണ് ഉള്ളത്. ഇടുക്കിയിൽ സീറ്റ്. അതെ, തിരുവനന്തപുരത്ത് 1 സീറ്റാണുള്ളത്, കൊല്ലത്ത് 2 സീറ്റാണുള്ളത്, ആലപ്പുഴയിൽ ആകെ 1 സീറ്റാണ് ഉള്ളത്, പത്തനംതിട്ടയിൽ സീറ്റില്ല, ഇടുക്കിയിൽ തൃശ്ശൂർ 1 സീറ്റാണ് ഉള്ളത്, ചാലക്കുടി. അപ്പം പിന്നെ കോൺഗ്രസ് ആകപ്പാടെ രക്ഷപ്പെട്ടത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എറണാകുളത്താണ്. ആകെയുള്ള 14 സീറ്റുകളിൽ 8 സീറ്റ് കിട്ടി. അപ്പോൾ കോൺഗ്രസിൻ്റെ ടാസ്ക് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. 21 സീറ്റിൽ നിന്ന് അവരൊരു 60 സീറ്റുകൾ നേടിയാലേ ആ മുന്നണി അധികാരത്തിൽ വരും. ബാക്കി ലീഗും കുറച്ച് പിന്നെ മറ്റ് ഈർക്കിളി പാർട്ടികളും ഒക്കെ കൂടെ കൊണ്ടുവരും എന്ന് പ്രതീക്ഷിച്ചാൽ തന്നെ 60 സീറ്റ് എന്ന് പറയുന്നത് ചെറിയ ടാസ്ക്കാണോ? അതേസമയം പിന്നെ CPMനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ടാസ്കുമല്ല. അപ്പോൾ ഒരു 3-ാം ഊഴത്തിൻ്റെ സാധ്യത അവർ കാണുന്നുണ്ട്. അതൊരു സ്വാഭാവികമായിട്ടും ഈ അടുത്ത പ്രാവശ്യത്തെ സ്ഥാനാർത്ഥികളെന്ന് പറയുന്നത് നിശ്ചയമായും ആ സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ആ പാർട്ടിയോട് ശ്രദ്ധ വയ്ക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പം 75 വയസ്സിൻ്റെ കാര്യത്തിലൊരു ഇളവുണ്ടാവില്ല. പക്ഷേ ഈ 2 ടേം എന്ന് പറയുന്നത് പാർട്ടിക്ക് മാറ്റേണ്ടി വരില്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് KK ശൈലജ മത്സരിക്കേണ്ട ഒരാളല്ലേ, ഐസക്കിനെ വേണമെങ്കിൽ തിരിച്ചു കൊണ്ടുവന്നുകൂടെ? അപ്പോൾ ആ രീതിയിലൊക്കെ ഇപ്പോൾ AK ബാലനോ EP ജയരാജനോ അല്ലെങ്കിൽ TP രാമകൃഷ്ണനോ ഒന്നും ഇനി മത്സരിക്കാനുള്ള ഒരു സാധ്യതയില്ല. സുധാകരൻ മത്സരിക്കാനുള്ള സാധ്യതയില്ല. പക്ഷേ ചില മുഖങ്ങളെ ഇപ്പം 2 ടേം പൂർത്തിയാക്കുന്ന ഈ വർഷം ഈ ടേമിൽ 2 ടേം പൂർത്തിയാക്കുന്ന ആളുകളെ അങ്ങ് പറഞ്ഞുവിടാൻ കഴിയില്ലല്ലോ. പകരം അവരെ കൂടിയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ നമ്മുടെ റിപ്പോർട്ടിൽ പറയുന്ന കണക്ക് ഏതാണ്ട് മുഖ്യമന്ത്രി അടക്കം മന്ത്രിമാരടക്കം 25 MLA അവർക്ക് സീറ്റ് കൊടുക്കാൻ കഴിയാതെ വരും ആ സാഹചര്യം. അപ്പോൾ ഒരു 3-ാം ഊഴത്തിൻ്റെ സാധ്യത അവിടെ നിൽക്കുമ്പോൾ നിശ്ചയമായും ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ മാറും അല്ലെങ്കിൽ മാറ്റുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഈ സമ്മേളനത്തിൽ ചർച്ചയാകുകയുള്ളൂ. ഈ സമ്മേളനത്തിൽ തീരുമാനം ഉണ്ടാകില്ല. സാധാരണ ഇതിൽ സംസ്ഥാന സമ്മേളനത്തിൽ ഇതൊക്കെ ചർച്ചയ്ക്ക് വരുന്നുള്ളതല്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സംസ്ഥാന കമ്മിറ്റിയാണ് ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കുക. അത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ കേന്ദ്ര കമ്മിറ്റിയുടെ കൂടെ നിർദ്ദേശപ്രകാരമായിരിക്കും സംസ്ഥാന കമ്മിറ്റി തീരുമാനം എടുക്കുക. പക്ഷേ അത് വളരെ ഗൗരവത്തോടെ ഈ തെരഞ്ഞെടുപ്പിൽ ഈ സംസ്ഥാന സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നത് ഈ സമ്മേളനത്തിനകത്ത് ന്യൂനപക്ഷങ്ങളോടുള്ള പാർട്ടിയുടെ സമീപനത്തെക്കുറിച്ചൊരു ചർച്ച വരുമല്ലോ, സ്വാഭാവികമായിട്ടും വരുമല്ലോ. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഈ ലോക്സഭാ
തെരഞ്ഞെടുപ്പിൽ CPM-ൻ്റെ ഒരു വിലയിരുത്തൽ എന്താ? ഈഴവ വോട്ടുകൾ, ദളിത് പിന്നാക്ക വിഭാഗങ്ങളുടെ മറ്റു പിന്നാക്ക വിഭാഗങ്ങളുടെ വോട്ടുകളൊക്കെ BJP-യിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു എന്നൊരവസ്ഥ പാർട്ടി നേരിടുന്നുണ്ട്. അതിനൊരു പ്രധാനപ്പെട്ട കാരണമായി പാർട്ടിയുടെ തന്നെ വിലയിരുത്തൽ വലിയ രീതിയിൽ ന്യൂനപക്ഷ പ്രീണനം നടത്തി എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സ്വഭാവം ഈഴവ വോട്ടുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണിക്കില്ല എന്ന് തന്നെയാണ്. അവർ നിശ്ചയമായും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു നല്ല ശതമാനം ഈഴവ വോട്ടുകൾ CPM-ൽ നിന്ന് മാറി BJP-യിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ട് അത് തിരിച്ചു വരാനാണ് സാധ്യത. അത് പല ഘടകങ്ങളുണ്ട്. CPM-ൻ്റെ പിന്നെ നേതൃത്വത്തിൽ പിണറായി വിജയനാണുള്ളത്. അത്തരം ഫാക്ടേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ വിഭാഗത്തിൻ്റെ വോട്ട് മടങ്ങി വരും. പക്ഷേ അപ്പോഴും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ശക്തമായൊരു നിലപാട് ന്യൂനപക്ഷങ്ങളോട് ഇനി തുടർന്ന് എങ്ങനെയുള്ള നിലപാട് സ്വീകരിക്കണം, അതെങ്ങനെയാണ് പാർട്ടിക്ക് ഒരു വീഴ്ച, പിന്നെ എന്താ പറയുക, പാർട്ടിയുടെ വോട്ട് ബാങ്കിൽ, പരമ്പരാഗത വോട്ട് ബാങ്കിൽ ചോർച്ച ഉണ്ടാക്കുന്നത് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളൊക്കെ ഈ സമ്മേളനം ചർച്ച ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന കണക്ക് ഈ പിന്നെ ജീവൻ രക്ഷാ പ്രവർത്തനമൊക്കെ നടന്നത് കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിന് ശേഷമാണല്ലോ. അതേപോലെ ADM-ൻ്റെ മരണം ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരും. ADGP അജിത് കുമാറിൻ്റെ കാര്യത്തിൽ വരുത്തിയിട്ടുള്ള വീഴ്ച ചർച്ച ചെയ്യപ്പെടും. ഈ വിഷയങ്ങളെല്ലാം തന്നെ ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഏറ്റവും നിർണായകമായ കാര്യം, ഈ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഒരു മൂന്നാം ഊഴം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ മൂന്നാം ഊഴം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റോഡ് മാപ്പായിരിക്കും, പരിപാടികളായിരിക്കും ഈ സമ്മേളനം മുഖ്യമായും ചർച്ച ചെയ്യുകയും അതിനായിരിക്കും അങ്ങനൊരു പദ്ധതിക്കായിരിക്കും രൂപം നൽകുക. അതുകൊണ്ട് മൂന്നാം ഊഴം എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള വിട്ടുവീഴ്ചകളും വേണ്ട മാറ്റങ്ങളും ഒക്കെ വരുത്തുന്നതിനുള്ള ഒരു സമ്മേളനമായി തന്നെ ഇത് മാറും. തീരുമാനങ്ങൾ പിന്നീട് സംസ്ഥാന സമിതിയാണ് പ്രഖ്യാപിക്കുകയെങ്കിൽ കൂടിയും അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ചർച്ചകൾ നടക്കും, നല്ല ആഴത്തിലുള്ള ചർച്ചകളും പിന്നീട് നടക്കും. ആ അർത്ഥത്തിലൊക്കെ ഈ സമ്മേളനം എന്ന് പറയുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കുന്ന സമ്മേളനം നിലയ്ക്ക് വളരെ പ്രധാനപ്പെട്ട സമ്മേളനമാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. റൈറ്റ്. അപ്പോൾ നിബന്ധന മാറ്റം ഉണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ സ്മൃതിയിലേക്ക് കൂടെ വന്ന് നമുക്ക് ഇടവേളയ്ക്ക് പോകാം. നിബന്ധന മാറ്റം എന്നുള്ളത് ഒരു മൂന്നാം ഊഴം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമാണ്. തീർച്ചയായിട്ടും ഇത് തിരഞ്ഞെടുപ്പിൽ അതത് കാലത്ത് വിജയിക്കാനുള്ള തന്ത്രങ്ങൾ CPM മെനയാറുണ്ട്. കഴിഞ്ഞ സമ്മേളനത്തിലും ഈ പറഞ്ഞ പോലെ വിജയിക്കാനുള്ള തന്ത്രം തന്നെയായിരുന്നു. 2 തവണ തുടർച്ചയായി മത്സരിച്ചാൽ പിന്നെ മത്സരിപ്പിക്കേണ്ട എന്ന തീരുമാനം വരുമ്പോൾ അന്ന് മാറ്റി നിർത്തപ്പെട്ടത് MLA-മാരുടെ കാര്യത്തിൽ തീരുമാനം എന്ന് പറയുമ്പോൾ അന്ന് മാറ്റി നിർത്തപ്പെട്ടത് അന്ന് മന്ത്രിമാരായിരുന്ന തോമസ് ഐസക്കാണ്, ഒന്ന് EP ജയരാജനാണ്, ഒന്ന് G സുധാകരനാണ്. അപ്പോൾ അവരെ KK ശൈലജ അവരെ മാറ്റി നിർത്താൻ വേണ്ടി എടുത്ത ഒരു തീരുമാനമായി കൂടി അന്ന് അത് വിലയിരുത്തപ്പെട്ടിരുന്നു. പിന്നീട് പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മന്ത്രിമാർ പുതുമുഖങ്ങളാകട്ടെ എന്നുള്ളായിരുന്നു. അങ്ങനെ പുതുമുഖങ്ങളായ മന്ത്രിമാർ വന്നു. അപ്പോൾ അതും ഒരുതരം മാറ്റം എന്നുള്ളൊരു വലിയ മാറ്റം തന്നെയാണ്. അങ്ങനെ മുമ്പത്തെ ഒരു രീതിയല്ലല്ലോ പുതുമുഖങ്ങൾക്ക് ചാൻസ് കൊടുക്കാനുള്ളത്. അതെ, പക്ഷെ അതിലേക്ക് എത്തിയോ എന്നുള്ളൊരു ചോദ്യം കൂടി ഇപ്പോഴുണ്ട്. കാരണം ഇപ്പോൾ ഇനി മൂന്നാം ടേമിലേക്ക് എത്തണമെങ്കിൽ ഇപ്പോൾ ഉള്ളവർ തന്നെ മത്സരിച്ചാലേ പറ്റൂ, അല്ലെങ്കിൽ അടുത്തൊരു നിരയെ കണ്ടെത്താനായിട്ടില്ല എന്ന വിലയിരുത്തലും കൂടിയുണ്ട്. കാരണം എല്ലാ സ്ഥലങ്ങളും ഈ പറഞ്ഞ 25 MLA-മാർക്കും എന്ന രൂപത്തിലുള്ള ഒരു തീരുമാനമായി അത് വരില്ല. ചിലർക്കെങ്കിലും വീണ്ടും മത്സരിക്കാനുള്ള സാഹചര്യമാക്കിയിട്ടാണ് അതിനെ മാറ്റുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന പേരുകൾ AN ഷംസീർ, പ്രധാനികൾ വീണ, അതോടൊപ്പം തന്നെ കടകംപള്ളി, സജി ചെറിയാൻ, ഇത്തരം ആളുകൾക്ക് പകരക്കാരെ വെക്കാനില്ല. പ്രശാന്ത്. അപ്പോൾ ഇവർ മാറിക്കഴിഞ്ഞാൽ ഇപ്പോൾ കടകംപള്ളിയുടെ കാര്യത്തിലൊക്കെ പറയുന്നു, കടകംപള്ളി മാറിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ BJP ജയിച്ചേക്കാം എന്നുള്ള ആശങ്കയാണ് അവരെ അലട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു ആശങ്ക അവിടെ നിൽക്കുമ്പോൾ അടുത്തൊരു ലെയറിലേക്ക് അല്ലെങ്കിൽ പുതിയ ഒരാളെ പരീക്ഷിക്കാൻ കഴിയാത്ത ഒരു ആത്മവിശ്വാസ കുറവായിട്ട് കൂടി അതിനെ വിലയിരുത്തുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും അതിനെ കാണാം. പക്ഷേ ഒരു കൃത്യമായ പ്ലാൻ ഉണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത്. ഇനിയിപ്പോൾ പാർട്ടി നേരത്തെയുള്ള കർക്കശമായ നിലപാടുകളിൽ നിന്നൊക്കെ വിജയ സാധ്യത എന്നതിലേക്ക് കൂടുതൽ ഊന്നുകയാണ്. പാർട്ടിയുടെ നിലപാട് പാർട്ടി സമ്മേളനങ്ങളിൽ തന്നെ കാണാം. ഇപ്പോൾ പുതിയ ജില്ലാ സെക്രട്ടറിമാരെ തെരഞ്ഞെടുത്തിലടക്കം വയനാട്ടിൽ ഇതാദ്യമായിട്ടാണല്ലോ ഒരു ജില്ലാ DYFയുടെ ജില്ലാ സെക്രട്ടറി പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആകുന്നത്. ആ രൂപത്തിലേക്ക് അത് മാറുന്നു. അപ്പോൾ അതൊരു പുതിയൊരു മാറ്റമായി കാണുന്നു. പിന്നെ 5 മാറി സമ്മേളനങ്ങൾ ഉടനീളം ആദ്യത്തെ ഒരു ഘട്ടത്തിൽ വലിയ വിമർശനങ്ങളും ഒക്കെ ഉയർന്നതിന് ശേഷം എല്ലാ സമ്മേളനങ്ങളും ആദ്യന്തം പിണറായി വിജയൻ പങ്കെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ സർക്കാരിനെതിരായ വലിയ വിമർശനങ്ങൾ ഉയരാതെ സമ്മേളനങ്ങളിൽ ഒരു മിതത്വം പാലിക്കുന്ന രൂപത്തിലേക്ക് അത് വന്നു. അപ്പോൾ അത് തന്നെയാണ് ഇനി അതിൻ്റെ തുടർച്ചയാണ് നമ്മളിപ്പോൾ കൊല്ലം സമ്മേളനത്തിലും കാണാൻ പോകുന്നത്. പാർട്ടി എന്നാൽ പിണറായി വിജയനാണ്. പിണറായി വിജയന് പകരം വയ്ക്കാൻ മറ്റൊരു നേതാവിനെ എന്തായാലും പാർട്ടിക്ക് പുതുതായി കണ്ടെത്താനായിട്ടില്ല. അതാണ് വേറെ ഓപ്ഷൻ ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ എന്നാണല്ലോ MV ഗോവിന്ദൻ പറഞ്ഞത്. പക്ഷേ വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ് പാർട്ടി മുന്നിലുള്ള ഒരു യാഥാർത്ഥ്യം എന്നുള്ളത്. അതുപോലെ തന്നെ ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ അംഗങ്ങൾ മന്ത്രിമാരാകേണ്ട എന്നൊക്കെ തീരുമാനം മുൻപുണ്ടായിരുന്നു. അതൊക്കെ മാറി. ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് ആയാലും കുറേ മന്ത്രിമാരായാലും KN ബാലഗോപാൽ
അടക്കമുള്ള ആളുകളൊക്കെ തന്നെയും സെക്രട്ടേറിയറ്റ് അംഗങ്ങളുമാണ്, മന്ത്രിമാരുമാണ്. അപ്പോൾ അതൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന രീതികളിൽ നിന്നൊക്കെ പാർട്ടി മാറിയിട്ടുണ്ട്. വിജയിക്കാനുള്ള ഒരു പ്ലാൻ ഇനിയിപ്പോൾ ഈ സമ്മേളനത്തിൽ എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ വിജയിക്കാമെന്നുള്ള തന്ത്രങ്ങൾ, അതോടൊപ്പം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ളതിലേക്ക് തന്നെയാണ് പോകുന്നത്. അതേസമയം കേരളത്തിൽ അപ്പുറത്ത് കോൺഗ്രസിൻ്റെ ദൗർബല്യത്തിനെ എങ്ങനെ മുതലാക്കാം എന്നുള്ള ആലോചന നടക്കുമ്പോഴും ഭരണം എങ്ങനെയെന്നുള്ള വിലയിരുത്തൽ ഉണ്ടാകുന്നുണ്ട്. കാരണം ജില്ലാ സമ്മേളനങ്ങളിൽ ഉയർന്നു വന്ന വിഷയങ്ങൾ എന്നുള്ളത് കൂടുതലും ആഭ്യന്തര വകുപ്പിനെ വിമർശിച്ചുള്ള കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഒന്ന് ADGP അജിത് കുമാറിൻ്റെ കാര്യം വന്നിരിക്കുന്നു. പിന്നെ ഒന്നാം പിണറായി സർക്കാരിനൊപ്പം തന്നെ അതിൻ്റെ ഒരു നിലവാരത്തിലേക്ക് രണ്ടാം പിണറായി സർക്കാർ വന്നോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നിട്ടില്ല എന്നുള്ള വിലയിരുത്തലുണ്ടായിട്ടുണ്ട്. ഇനി KK ശൈലജയുള്ള പരിചയസമ്പന്നരായ മന്ത്രിമാരെ മാറ്റി നിർത്തിയത് ശരിയാണോ എന്നുള്ള ചർച്ച നടന്നു. ഇനി യെച്ചൂരിക്ക് ശേഷം എന്തുകൊണ്ടാണ് ഒരു ജനറൽ സെക്രട്ടറി ഉണ്ടാകാതിരിക്കുന്നത്, ഇപ്പോഴും അതിലൊരു തീരുമാനമാകാത്ത എന്ത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ പാർട്ടി യോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കുറേ മുമ്പ് വന്ന വാർത്തകളൊക്കെ തന്നെ അതൊക്കെ സമ്മേളനങ്ങൾ സ്വാഭാവികമായിട്ടും വരും. MP ഗോവിന്ദനായും പിണറായി വിജയനായും മൈക്രോ ഓപ്പറേറ്റർമാരുടെ തട്ടിക്കയറിയത്, നേതാക്കളുടെ ഒരു പരുക്കൻ രീതികൾ ശരിയാണോ എന്നുള്ള വിശകലനം നടന്നു. ഇതൊക്കെ ജില്ലാ സമ്മേളനം നടന്ന കാര്യമാണ്. അതോടൊപ്പം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ NN കൃഷ്ണദാസിൻ്റെ മാധ്യമപ്രവർത്തകരെ അപമാനിച്ച് നടത്തിയ പ്രതികരണം, AK ബാലൻ്റെ കൈവിട്ടുപോയ പ്രതികരണം നമുക്ക് നൽകിയ അഭിമുഖമാണല്ലോ. ഇതൊക്കെ തന്നെ സമ്മേളനത്തിൽ ചർച്ചയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ വന്നിരിക്കുന്നു. സമ്മേളനത്തിൽ എന്തായാലും ഇനി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ എന്തൊക്കെ കാര്യങ്ങൾ, ആരൊക്കെ വീണ്ടും മത്സരിക്കണം, ഒരു സാധ്യതയുള്ള സ്ഥലത്ത് ഇനി യാതൊരു റിസ്കിനും എന്തായാലും CPM നിൽക്കില്ല. അപ്പോൾ അത് ചിലപ്പോൾ നിന്നവർ തന്നെ ആയിരിക്കും. പക്ഷേ ഈ പറയുന്ന പാർട്ടിക്ക് താല്പര്യമുള്ള മന്ത്രിമാരെ നിർത്തുക എന്നത് അത് വിജയസാധ്യതയായി തന്നെ കണക്കാക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം സംശയമാണ്. പ്രത്യേകിച്ച് വീണ ജോർജിൻ്റെ ആരോഗ്യമന്ത്രിയുടെ കാര്യത്തിലൊക്കെ വലിയ വിമർശനങ്ങൾ വരുന്ന കാലഘട്ടം കൂടിയാണ്. അപ്പോൾ വീണയ്ക്ക് വീണ്ടും ഒരു സാധ്യത കൊടുക്കുമോ, അത് മറ്റു ചില ഘടകങ്ങൾ കൂടി കണക്കിലെടുത്താണോ? അങ്ങനെ കണക്കിലെടുക്കുമ്പോൾ അവിടെ മറ്റൊരു മുഖം വയ്ക്കാനില്ലേ എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. സജി ചെറിയാനെ സംബന്ധിച്ച് ശരിയാണ്. സജി ചെറിയാൻ പകരം വയ്ക്കാൻ അവിടെ വേറൊരാൾ ഇല്ല. ആ പാർട്ടിയെ സംബന്ധിച്ച് എല്ലാ ചേരുവകളും പാർട്ടി ആ മണ്ഡലത്തിൽ ഉദ്ദേശിക്കുന്ന എല്ലാ ചേരുവകൾക്കും പറ്റിയ നേതാവ് എന്നുള്ള നിലയ്ക്ക് അവിടെ വേറൊരു മുഖത്തെ കണ്ടെത്താനായിട്ടില്ല. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഈ ഒരു പുതിയ ആലോചനയായി വരും. സമ്മേളനത്തിൽ അത് കേൾക്കുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനിടയ്ക്ക് തന്നെ MP ഗോവിന്ദൻ ഇപ്പോൾ വിവിധ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഒരു കർക്കശമായ ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, പാർട്ടി സഖാക്കൾ മദ്യപിക്കരുത്, പാർട്ടി സഖാക്കൾക്ക് പക്ഷേ ബാറ് തുടങ്ങാം. അതൊക്കെ ആളുകൾ കൺഫ്യൂസ്ഡ് ആവും. അതിൽ ബാറ് തുടങ്ങാം പക്ഷേ മദ്യപിക്കരുത്, സിഗരറ്റ് വലിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതിപ്പോൾ EK നായരുടെയും യെച്ചൂരിയുടെയും കാര്യത്തിലൊക്കെ മുൻകാല പ്രാബല്യത്തോടെ നടപ്പാക്കുമോ? അവർ ഈ ഭൂമുഖത്തില്ല. അപ്പോൾ എന്നുള്ള സംശയം കൂടെ വരും. അപ്പോൾ ഈ നേതാക്കളൊക്കെ പഴയ നേതാക്കളെല്ലാം തന്നെ പുകവലിക്കുന്നവരായിരുന്നു. EK നായർ ബീഡിയാണ്. മാറിയ സാഹചര്യത്തിൽ വ്യത്യസ്തമായ ഒരു സാഹചര്യം അല്ല, ഞാൻ പറഞ്ഞു ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച അല്ല, ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു ക്യാമ്പയിൻ അതുമായി ബന്ധപ്പെട്ട് അതിനെതിരെ വിമർശനം നടക്കുമ്പോൾ മദ്യപാനം നിർബന്ധമായി പാടില്ല സഖാക്കൾക്ക് എന്ന രൂപത്തിൽ അടിച്ചേൽപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്ന് MP ഗോവിന്ദനും അറിയാവുന്നതാണ്. അങ്ങനെ ഒരു അടിസ്ഥാന ആശയം അതൊന്നുമില്ല. അപ്പോൾ മാർക്സും ഇതൊന്നും കള്ളുപിടിച്ചിട്ടൊന്നുമില്ല. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേക നിയമമുണ്ട്. നിങ്ങൾ നോക്കൂ, CPM അതിൻ്റെതായ രേഖയില്ലേ? CPM അടിസ്ഥാന രേഖയിൽ അതാണ്. ഇവിടെ സഖാക്കൾ ആരും മദ്യപിക്കില്ല. ഞാൻ ഇപ്പം മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമല്ല. ഞാൻ പൂർത്തിയാക്കട്ടെ. ഞാൻ തർക്കത്തിനൊന്നുമില്ല. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. അല്ല, വിയോജിപ്പ് പറഞ്ഞോളൂ, ഞാൻ എൻ്റെ കഴിഞ്ഞിട്ട് പറഞ്ഞോളൂ. മദ്യപാനം എന്നുള്ളത് നിർബന്ധമായും പാടില്ല, ഒരു സഖാക്കളും അങ്ങനെ മദ്യപിക്കുന്ന ഒരാൾ പാർട്ടിയിൽ ഉണ്ടാകില്ല എന്നൊക്കെ പറയുന്നത് ഏത് മൂഢസ്വർഗത്തിൽ നിന്നുള്ള പ്രതികരണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നടപ്പാക്കാവുന്ന കാര്യമല്ല. രഹസ്യമായിട്ടായാലും നേതാക്കളും കഴിക്കുന്നുണ്ടാകും, സഖാക്കളും കഴിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് നേരിട്ട് തന്നെ അറിയാവുന്ന കാര്യമാണ്. അതൊരു തെറ്റായിട്ടൊന്നും വ്യാഖ്യാനിക്കാൻ പറ്റില്ല. ഇത് ഉത്തരവാദിത്തത്തോട് കഴിക്കുന്ന ഒരു മദ്യപാനവും അല്ലാതെ കഴിക്കുന്ന മദ്യപാനവും പ്രശ്നങ്ങൾ ഉണ്ടാക്കലും ഒക്കെ വേറെയാണല്ലോ. ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയം വളരെ ഗൗരവത്തിലെടുക്കേണ്ട മറ്റൊരു വിഷയമാണ്. അതുമായി ബന്ധപ്പെട്ടും ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. അതിൽ മുൻപ് ലഹരിക്കെതിരെ ക്യാമ്പയിൻ നടത്തിയപ്പോൾ, LDF ക്യാമ്പയിൻ നടത്തിയപ്പോൾ തന്നെ SFI നേതാക്കളടക്കം തുറന്നു പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്കിടയിൽ തന്നെ ഇതിൽ പെട്ടുപോയ സഖാക്കളുണ്ട്, അവരെ പുറത്തെത്തിക്കുക എന്ന ദൗത്യം ഞങ്ങൾക്കുണ്ടെന്ന് SFI നേതാക്കളും DYFI നേതാക്കളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. അപ്പോൾ ഗൗരവത്തിൽ ആളുകളെ കൊണ്ട് ചിരിപ്പിക്കുന്ന രീതിയിലുള്ള വിപ്ലവങ്ങൾ പറയാതെ പ്രായോഗികമായി, മറ്റെല്ലാ കാര്യത്തിലും പ്രായോഗികമാണല്ലോ ആലോചിക്കുന്നത്, പ്രായോഗികമായി പാർട്ടിയിൽ പല കാര്യങ്ങളും മാറിയിട്ടുണ്ടല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇത് ഈ ഗൗരവത്തിലുള്ള ചർച്ചകൾക്കിടയിൽ ഒരു ചിരിക്കുള്ള വക നൽകി എന്നുള്ളതാണ് എൻ്റെ കേവലം ചിരിക്കുള്ള വകയായിട്ട് കാണുന്നില്ല. കാരണം അത് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി എന്ന നിലയിൽ CPM-ഉം കോൺഗ്രസും BJP-യും എടുക്കേണ്ട നിലപാടാണ്. അവരുടെ നേതാക്കൾ പൊതുസമൂഹ മധ്യത്തിൽ മദ്യപിക്കുന്ന ആരും ഈ പാർട്ടിയിൽ ഉണ്ടാവില്ല എന്ന നിലപാട് കൊടുക്കണം. അതിലുണ്ടാവാം, ഇപ്പോൾ രഹസ്യമായിട്ടൊക്കെ മദ്യപിക്കുന്ന
ആൾക്കാർ പാർട്ടികളിൽ ഉണ്ടാവാം. പക്ഷേ ഒരു നേതാവിനെ സംബന്ധിച്ച് നീ പാർട്ടി അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ CPI യുടെ നിലപാടല്ലേ? പരസ്യം പാടില്ല എന്നുള്ളതാണ്. പക്ഷേ രഹസ്യമായിക്കൊള്ളുന്നു. പക്ഷേ പാർട്ടി CPM തന്നെ തിരുത്തുന്നു. അതിനകത്ത് അപകടമുണ്ട് എന്നുള്ളത് കൊണ്ട് CPM പറയുന്നു. അങ്ങനല്ല, ഈ വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ വ്യാപനം നടക്കുന്ന സമയത്ത് മദ്യപാനം അടക്കമുള്ള വിഷയങ്ങൾ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നൊരു നിലപാടൊരു പാർട്ടി എടുക്കുകയാണ്. നമ്മൾ അതിനെ അങ്ങനെ കണ്ടാൽ മതി എന്നുള്ളതാണ്. CPI-CPM ലേലം നടക്കില്ല ഈ വിഷയത്തിൽ. കാരണം ഇത് അടിസ്ഥാന പ്രശ്നമാണ്. അവിടെ രഹസ്യമായിട്ട് വിയോജിക്കാം എന്നുള്ളതാണ്. പക്ഷേ പ്രശ്നം ഈ ഒരു കോണ്ടെക്സ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ കോണ്ടെക്സ്റ്റ് എടുത്തിട്ട് അങ്ങനെ തന്നെ കാണണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആന്റോ അഗസ്റ്റിൻ, രണ്ട് പ്രധാനപ്പെട്ട നിബന്ധനകളാണ്. ഒന്ന് 75 വയസ്സ്, അത് മാറുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. രണ്ടാമത്തത് 2 മാസത്തെ 2 തവണ ടേം എന്നുള്ള നിബന്ധന, അത് മാറുമോ എന്നുള്ളതാണ്. അല്ല, ഈ പ്രായളവിൻ്റെ കാര്യത്തിനകത്ത് സംസ്ഥാന സമ്മേളനത്തിന് ഒന്നും തീരുമാനിക്കാൻ പറ്റില്ല. PBക്ക് തീരുമാനിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് തീരുമാനിക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ തമിഴ്നാട്ടിൽ നടക്കുന്ന, മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിലെ തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഒരിക്കലും പാർട്ടി സമ്മേളനം സ്വീകരിക്കാൻ പറ്റില്ല. അതിൻ്റെ അകത്ത് രക്ഷപ്പെട്ടു പോകാൻ സാധ്യത കാരണം EP ജയരാജനാണ്. EP ജയരാജന് ചിലപ്പോൾ 75 ആകാത്തത് കൊണ്ട് ചിലപ്പോൾ TPയും രക്ഷപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ സമ്മേളനത്തിൽ ഇപ്പറഞ്ഞ ഒരു കാര്യങ്ങളും ചർച്ച ചെയ്യാൻ പോകുന്നില്ല. ടേമിൻ്റെ കാര്യത്തിനകത്ത് ചർച്ച ചെയ്യാൻ പോകുന്നില്ല. അതും തീരുമാനിക്കും. കേരളത്തിലെ പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഴുവൻ തീരുമാനിക്കാൻ പോകുന്നത് സെക്രട്ടേറിയറ്റാണ്. ഈ പറഞ്ഞ 2 ടീമിൻ്റെ കാര്യത്തിലാണ് മുഖ്യമന്ത്രി മാറണമെന്ന് തീരുമാനിക്കേണ്ടതും പാർട്ടി മന്ത്രിമാർ മാറണമെന്ന് തീരുമാനിക്കുക ഒക്കെ സെക്രട്ടേറിയറ്റാണ്. നയപരമായ കാര്യങ്ങളിൽ എന്തൊക്കെ പാർട്ടികൾക്ക് മാറ്റം വരുത്താൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്താണ് ഈ സ്വകാര്യവൽക്കരണം, PPP മോഡൽ വേണോ, അതുപോലെ തന്നെ ഉണ്ണിസാർ നേരത്തെ പറഞ്ഞതുപോലെ സാമുദായിക വോട്ട് കുറഞ്ഞോ കൂടിയോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഈ സംസ്ഥാന സമ്മേളനത്തിൽ തീരുമാനിക്കുന്നത്. പാർട്ടി പിന്നെ നമ്മുടെ ജില്ലകളിൽ നിന്നുള്ള കണക്കൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. ജില്ലകൾ കണക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇപ്പം പിന്നെ ഈഴവ വോട്ട് കുറഞ്ഞതും കൂടിയതുമായി ബന്ധപ്പെട്ട മുസ്ലിം വോട്ടുകളുടെ വരവ് ചോർച്ച, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ സമ്മേളനത്തിൽ ചർച്ചയായി തീരുമാനിക്കുമെന്നുള്ളതിനേക്കാൾ അപ്പുറം ഈ പറഞ്ഞ പോലെ MLA-മാർ ആരൊക്കെ ആവണം, MP-മാർ ആരൊക്കെ ആകണം, മന്ത്രിമാർ ആരൊക്കെ ആകണം, പാർട്ടിയിൽ ആരൊക്കെ മത്സരിക്കണം എന്നൊന്നും ഇതിൽ തീരുമാനിക്കാൻ പോകുന്നില്ല. ഇതൊക്കെ തീരുമാനിക്കാൻ പോകുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആയിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെയല്ല ഇപ്രാവശ്യത്തെ പ്രധാനം എന്ന് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് പിണറായി വിജയന് മുഖ്യമന്ത്രിക്ക് കോട്ടം പറ്റുന്ന ഒരു സംവിധാനവും വരാൻ പോകുന്നില്ല. ഒരു റിപ്പോർട്ട് വരാൻ പോകുന്നില്ല. സമ്മേളന റിപ്പോർട്ടിലാണെങ്കിലും പറയാൻ പോകുന്നില്ല. ഒരു റിപ്പോർട്ടിലും ഈ പറയുന്ന മുഖ്യമന്ത്രിക്ക് ദോഷം വരുന്ന ഒരു സംവിധാനവും പറയാൻ പോകുന്നില്ല. ഏറ്റവും നല്ല മുഖ്യമന്ത്രി, ഏറ്റവും നല്ല സംസ്ഥാന സമ്മേളനം, ഏറ്റവും നല്ല MLA-മാർ, ഏറ്റവും നല്ല മന്ത്രിമാർ, ഇതൊക്കെയായിരിക്കും ചർച്ച ചെയ്യാൻ പോകുന്നത്. അല്ലാതെ വേറെ ഒരു കാര്യം അവിടെ ചർച്ച ചെയ്യാൻ പോകുന്നില്ല. അവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്നത് പോലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പോലീസിൻ്റെ അകത്ത് പോലീസ് സ്റ്റേഷനുകളിൽ സഖാക്കൾക്ക് കാര്യമായി ഇടപെടാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം. പോലീസ് ഈ പാർട്ടിയുടെ നയങ്ങളെ തകർക്കാൻ തീരുമാനിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാം. RSS പോലീസിലായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാം. BJP-ൻ്റെ വളർച്ച കേരളത്തിലെ ചർച്ച ചെയ്യപ്പെടാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടാം. ഒരു വിമർശനം എന്നുള്ള നിലയ്ക്ക് വരാൻ പോകുന്ന വിമർശനം എന്ന് പറയുന്നത് പോലീസുമായി ബന്ധപ്പെട്ടതായിരിക്കും. അല്ലാതെ ഒരു വിമർശനവും ഈ പറഞ്ഞ മുഖ്യമന്ത്രിക്കെതിരെയോ സംസ്ഥാന സംവിധാനങ്ങൾക്കെതിരെയോ വരാൻ പോകുമെന്ന് ഞാൻ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് ഈ തലമുറ മാറ്റം ഇനിയും ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കഴിഞ്ഞ പ്രാവശ്യം 22 പേരാണ് കഴിഞ്ഞ പ്രാവശ്യം മാറിയതല്ലേ. 22 പേരെ മാറിക്കഴിഞ്ഞപ്പോൾ 99 സീറ്റിലേക്ക് പിണറായി വിജയൻ വന്നു. 1-2 സീറ്റ് നഷ്ടപ്പെട്ടു. ആൾക്കാർ മാറി. എറണാകുളത്തടക്കം 1-2 സീറ്റ് പിന്നെ ആൾക്കാർ മാറിയത് കൊണ്ട് നഷ്ടപ്പെട്ടു. സീറ്റ് കിട്ടിയപ്പം ചില സ്ഥലങ്ങളിൽ നമുക്ക് എത്ര സീറ്റ് കൂടുതൽ കിട്ടി. അപ്പോൾ അത്രയും സീറ്റ് CPM-ന് കൂടുതൽ കിട്ടാൻ കാരണം തലമുറ മാറ്റം വന്നുകൊണ്ടാണ്. ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ വീണ ജോർജിൻ്റെ കാര്യത്തിനകത്താണെങ്കിലും സജി ചെറിയാൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ മാറ്റം വരുമ്പോൾ തോമസ് ഐസക്കിനെ പോലെയുള്ള ആൾക്കാർ വരാൻ നിൽക്കുന്നുണ്ട്. തോമസ് ഐസക്കിനെ പോലെയുള്ള ആൾക്കാർ വരാൻ നിൽക്കുക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മാറി നിന്നവർക്ക് ഇപ്രാവശ്യം മത്സരിക്കാം. അപ്പോൾ പുതിയ ആൾക്കാർ വരും. ആകെ ദോഷം വരാൻ പോകുന്നതെന്ന് പറയുന്നത് ശൈലജ ടീച്ചർക്ക് ദോഷം വരും. ശൈലജ ടീച്ചർ മാറേണ്ടി വരും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ. സജി ചെറിയ മാറേണ്ടി വരും. പിന്നെ ആരാണ് നമ്മൾ വട്ടിയൂർക്കാവിൽ ഈ പ്രശ്നമില്ല. വട്ടിയൂർക്കാവിൽ 1.5 ടേമേ ആയിട്ടുള്ളൂ, 2 ടേം ആയിട്ടില്ല. അതായത് ഉപതെരഞ്ഞെടുപ്പിൽ കൂടിയാണ് പ്രശാന്ത് വന്നത്. അപ്പോൾ ഇവർക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷനിലാണെങ്കിൽ പാർട്ടി നയം മാറ്റാതെ തന്നെ ഇവരെ എല്ലാം നിലനിർത്താൻ പറ്റും. ആകെ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ശൈലജ ടീച്ചർക്ക് സീരിയസ് ആയ ആൾക്കാരിൽ ഞാൻ പറയുന്നത് സീനിയറായ ആൾക്കാരിൽ ശൈലജ ടീച്ചർക്ക് മാത്രമാണ് മാറ്റം വരാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ശൈലജ ടീച്ചർ മാത്രം അതിൽ നിന്ന് മാറേണ്ടി വരികയും ഈ TP രാമകൃഷ്ണനും അതുപോലെ തന്നെ EP ജയരാജനും സംസ്ഥാന സെക്രട്ടേറിയറ്റ് തുടരുകയും ചെയ്യും. കാരണം അദ്ദേഹത്തിനും ഈ പ്രായാധിക്യം അതുവരെ ചിലപ്പം ഞാൻ പറയുന്നത് പിന്നെ നമ്മുടെ തമിഴ്നാട്ടിലെ പിന്നെ പാർട്ടി കോൺഗ്രസ്സിൽ മാറ്റം അത് ചിലപ്പോൾ പുനരാലോചിക്കാനുള്ള സാധ്യത കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കും. 75 പണ്ട് 80 ആയിരുന്നു, അത് 75 തിരിച്ചു കൊണ്ടുവരികയാണല്ലോ ചെയ്തത്. അത് തിരിച്ച് 80 പോകാൻ പുനരാലോചന വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ രക്ഷപ്പെട്ടു ഈ പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ
അല്ല, അങ്ങനെ ഒരു അടിയന്തര സാഹചര്യം ഉണ്ടോ? ഏത്? അങ്ങനെ ഒരു അടിയന്തര അല്ല, അങ്ങനെ അടിയന്തര സാഹചര്യം ഇല്ല. അങ്ങനെ 75 സാഹചര്യം ഇല്ല. വയസ്സിന്റെയോ? 75 വയസ്സ്. ഉണ്ട്. കാരണം എന്താ കാര്യം അറിയോ? അറിയോ? പ്രകാശ് കാരാട്ട്, വൃന്ദ വൃന്ദാക്കാരാട്ട് സുഭാഷിണി അലി കേന്ദ്രത്തിൽ ആൾക്കാരില്ലാത്ത വരുന്ന പ്രശ്നം വലുതാണ്. പിണറായി വിജയൻ വലുതാണ്. അതെ, അത് ആ സംവിധാനം കൊണ്ടാണ്, നാഷണൽ ബേസ് പോകുന്നത് കൊണ്ടാണ് ആ സംവിധാനം ചിലപ്പോൾ മാറാനുള്ള സാധ്യത. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഞാൻ പറയുന്നത് ഈ സമ്മേളനം കേരളത്തിന്റെ പശ്ചാത്തലം കാണുകയേ വേണ്ട. ഈ സമയത്ത് ഇന്ത്യയിൽ എന്ത് നിലപാടെടുക്കണം എന്നുള്ളതാണ് പാർട്ടി ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ പാർട്ടിനെ എങ്ങനെ മുന്നോട്ട് നയിക്കണം എന്നുള്ള തീരുമാനം കേരളത്തിൽ എടുക്കുന്ന ഒരു സമ്മേളനമാണ് സംസ്ഥാന സമ്മേളനം എന്ന് പറയുന്നത്. അതിനകത്തെ മാറ്റം എന്ന് പറയുന്നത് 75-80 കിട്ടിയ കേരളത്തിൽ കുറേ ആൾക്കാർ രക്ഷപ്പെടും, കുറേ ആൾക്കാർ ഈ പാർട്ടിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഇപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ എന്ത് പറഞ്ഞാലും ജി സുധാകരൻ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എനിക്ക് അദ്ദേഹം കഴിഞ്ഞ ഇത്രയും നാളായാലും 5 വർഷമായിട്ട് മാറി നിൽക്കുന്നുണ്ടല്ലോ, 4-5 വർഷമായിട്ട് മാറി നിൽക്കുന്നുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ എന്തിൽ നാക്കുപിഴ നമ്മൾ കണ്ടോ? അദ്ദേഹം സംസാരിക്കുന്ന എന്തെങ്കിലും പഴമുണ്ടോ? പ്രാപ്തിയും കഴിവുള്ള ആൾക്കാർക്ക് പ്രവർത്തിക്കാനുള്ള വേദി ഉണ്ടാക്കി കൊടുക്കേണ്ടത് പാർട്ടി തന്നെയാണല്ലോ. ആ സമ്മേളനത്തിനകത്ത് 75-80 ആക്കി മാറ്റുക എന്ന് പറയുന്നത് അതിനകത്ത് വലിയ മാറ്റം ഇതില്ല. പക്ഷെ ഒരു കാര്യം ശരിയാണ്, കഴിഞ്ഞ പ്രാവശ്യം മാറി നിന്നവരെ പോലെ 25 കഴിഞ്ഞ പ്രാവശ്യം 22 പേര് മാറിയപ്പോൾ ഇപ്രാവശ്യം 25 പേര് മാറി നിൽക്കേണ്ടി വരും എന്നുള്ളതാണ്. ആ 22 മാറി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്താണെന്നറിയോ? പുതിയൊരു നിരയും കൂടെ മുന്നോട്ട് വരുമെന്ന്. ഈ കഴിഞ്ഞ പ്രാവശ്യം മാറിയുന്ന 5-6 ആൾക്കാർ തിരിച്ചു വരുന്നതിനപ്പുറം ഒരു പുതിയ നിരയും കൂടെ വരും. ഇപ്പോൾ എന്താ കേരളത്തിലെ CPM അവസ്ഥ എന്ന് പറയുന്നത്, ഈ പിണറായി മുതിർന്ന നേതാക്കന്മാരുണ്ട്. ഇപ്പം നമ്മൾ പറയുമല്ലോ, പിണറായി വിജയൻ, ഗോവിന്ദ മാഷ്, ഈ പറഞ്ഞ പോലെ നമ്മുടെ തോമസ് ഐസക്ക്, അങ്ങനെയുള്ള ഒരു കഴിഞ്ഞ പ്രാവശ്യം മന്ത്രിമാരായിരുന്നവർ മാറിയുന്നവരുമായി മുതിർന്ന നിരയുണ്ടല്ലോ. ആ നിരയ്ക്കൊപ്പം തന്നെ വളരുന്ന വലിയൊരു നിര വന്നു. അത് പി രാജീവ്, അതുപോലെ തന്നെ നമ്മുടെ MP രാജേഷ്, പിന്നെ റിയാസ്, ബാലഗോപാൽ, അങ്ങനെയുള്ള വലിയ നിര തിരിയും. അങ്ങനെ ഒരു സംവിധാനത്തെ, ഒരു മുൻ മന്ത്രി എന്ന് പറയുന്ന രീതിയിൽ വിലയും പേരും കിട്ടുന്ന ഒരു സംവിധാനത്തെ കേരളത്തിൽ CPM വാർത്തെടുക്കാൻ പറ്റി എന്നുള്ളതാണ്. അതേ സംവിധാനം അടുത്ത പ്രാവശ്യം തുടരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തുടരണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. ഐസക്, ഞാൻ പറയുന്നത് ഐസക്കിനൊക്കെ നല്ല എന്താണ് ഏറ്റവും നല്ല ധനമന്ത്രിയല്ലേ. 5 തവണയും 4 തവണയും 3 തവണയൊക്കെ മത്സരിച്ചവരാണ്. അല്ല, ആയിക്കോട്ടെ, 5 തവണ 4 തവണ എന്നല്ല ഞാൻ പറഞ്ഞു, ഒറ്റ ടേം മാറി നിൽക്കണമെന്നേ ഉള്ളൂ. ഐസക്കും സുധാകരനും 2 ടേം അടുപ്പിച്ച് മത്സരിക്കരുതെന്ന് മാത്രമാണല്ലോ CPM പറഞ്ഞിരിക്കുന്നത്. അടുത്ത ടീമിന് വന്നിട്ടുണ്ട് വരാം, അടുത്ത മന്ത്രിയാവാം, അടുത്ത ടീമിന് മന്ത്രിയാവാം. അപ്പൊ അങ്ങനെ ഒരു സംവിധാനത്തെ ഇനി ഇപ്പം ഞാൻ കാണുന്നത്, ഞാൻ ഈ അറിയാവുന്ന CPM-മാരോടും മുതിർന്ന നേതാക്കന്മാരോടൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നത്, അവർ 2026 ഇലക്ഷനിൽ ജയിക്കുന്ന അവസ്ഥയെ കുറിച്ചല്ല ആലോചിക്കുന്നത്, 2031 എങ്ങനെ ജയിക്കാം എന്നുള്ള നിലയിലേക്ക് പ്ലാൻ ചെയ്താണ് CPM പോകുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. 99 സീറ്റിൽ നിന്നും ഒരു 20 സീറ്റ് നഷ്ടപ്പെട്ടാൽ പോലും 20 സീറ്റ് നഷ്ടപ്പെട്ടാൽ പോലും CPM അധികാരത്തിൽ വരും, തിരിച്ചധികാരത്തിൽ വരും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, 21 സീറ്റിൽ നിന്നും 62 സീറ്റിലേക്ക് 40 സീറ്റ് കൂട്ടിയാൽ മാത്രമേ കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ പറ്റുള്ളൂ. CPM-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉള്ള സീറ്റിൽ നിന്നും 20 സീറ്റ് നഷ്ടപ്പെട്ടാലും CPM തന്നെ അധികാരത്തിൽ വരും. അപ്പോൾ അവരാലോചിക്കുന്ന എന്താണ്, അടുത്ത ടേമും കൂടെ എങ്ങനെ നന്നാക്കാം എന്നുള്ള നിലയിലേക്ക് പാർട്ടി ആലോചിച്ച് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം തീരുമാനം എന്ത് തന്നെയായാലും അത് ഈ പാർട്ടി കോൺഗ്രസിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്, സംസ്ഥാന സമ്മേളനത്തിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതുണ്ടാവില്ല. നിബന്ധന മാറ്റുമോ എന്ന ചോദ്യത്തിന് നിബന്ധന മാറാനുള്ള സാധ്യതയുണ്ട്, പക്ഷേ അത് പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. 1985 മറ്റുമാണ് അല്ലേ സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും പോളിറ്റ് ബ്യൂറോയിൽ വരുന്നത്. അന്ന് അവർക്ക് 30 വയസ്സായിരുന്നു അത്രേ ഉള്ളൂ. പിന്നീട് ഇന്നേ വരെ CPM-ൽ അത്രയും പ്രായമുള്ള നേതാക്കൾ ആ സമയത്ത് പോളിറ്റ് ബ്യൂറോയിലേക്ക് എത്തിയ ചരിത്രമില്ല. ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ നേരിടാൻ പോകുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസ് അഭിമുഖീകരിക്കുന്ന പ്രശ്നം 75 വയസ്സ് എന്നുള്ളത് നിർബന്ധമാക്കിയാൽ ഇന്ത്യയിലെ ഏറ്റവും CPM-ൻ്റെ ഫേസ് ആയിരിക്കുന്ന നേതാക്കൾ സെൻട്രൽ കമ്മിറ്റിയിൽ നിന്നും പോളിറ്റ് ബ്യൂറോയിൽ നിന്നും ഒഴിവാകുന്ന സാഹചര്യം ഉണ്ടാവും. ആ സാഹചര്യം ഒഴിവാകാൻ എന്തായാലും പാർട്ടി നിലവിലത്തെ സാഹചര്യത്തിൽ അനുവദിക്കുന്നില്ല. പാർട്ടിയുടെ ദേശീയ നില അത്ര ആരോഗ്യകരമാണ്. ഒരാൾക്കാണ് ഇളവ് കൊടുക്കുക, ഇത് കുറേ ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ആ നിബന്ധന മാറ്റുക എന്നുള്ളതാണ്. അങ്ങനെ ഇളവ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 80 വയസ്സായിരിക്കുന്ന സമയത്ത് 81 വയസ്സായിരുന്നു അന്ന് നമ്മുടെ SRPക്ക്. അപ്പോൾ SRPക്ക് ഇളവ് കൊടുത്തു. SRPക്ക് ഇളവ് കൊടുക്കുന്നത് 18ാം പാർട്ടി കോൺഗ്രസിലാണ്. ഇപ്പോൾ നടക്കുന്ന പാർട്ടി കോൺഗ്രസിലും 75 വയസ്സ് എന്നുള്ളത് പുനഃപരിശോധിക്കാനുള്ള സാധ്യതയുള്ളതായിട്ട് മനസ്സിലാവുന്നു ദേശീയ തലത്തിൽ. പക്ഷേ സംസ്ഥാന തലത്തിൽ 2 ടേം എന്നുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ ഏറ്റവും കൂടുതൽ വലിയ ആഘാതം നേരിടേണ്ടി വരിക ശൈലജ ടീച്ചറിനായിരിക്കും. പക്ഷേ 3ാം ഊഴം തേടി ഇറങ്ങുന്ന CPM-നെ സംബന്ധിച്ച് ഈ 2 ടേം എന്ന് പറയുന്നത് അത്ര വലിയ പ്രതിസന്ധിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ചില മണ്ഡലങ്ങളിൽ ഒഴിച്ചാൽ അത് ഈ പറഞ്ഞ ഒരു ടെക്നിക്കാലിറ്റിയിൽ അവിടെ കടന്നുപോകും. ഒന്ന് VK പ്രശാന്ത്, മറ്റൊന്ന് സജി ചെറിയാൻ. അപ്പോൾ ചെങ്ങന്നൂർ, പിന്നെ കടകംപള്ളിക്ക് പക്ഷേ അത് ബാധകമാണ്. പക്ഷേ ഇവിടെ കടകംപള്ളിയും എനിക്കൊന്ന് ശൈലജ ടീച്ചർക്കും ആയിരിക്കും ഇത് ബാധകമാവുക. ഏറ്റവും പ്രധാനമായിട്ടും ബാധകമാകുന്ന മുതിർന്ന നേതാക്കൾ. VK പ്രശാന്തിനെ സംബന്ധിച്ചിടത്തോളം ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് വന്നത്.
അവിടെ വി കെ പ്രശാന്ത് ഒരു ഫേസായി മാറിക്കഴിഞ്ഞു വട്ടിയൂർക്കാവിൽ അടുത്തെങ്ങും എത്താൻ പോലും കഴിയുന്നില്ല BJP ഇറക്കുമ്പോൾ. പക്ഷേ അടുത്ത വർഷം സ്വീകാര്യതയുണ്ട്. പക്ഷേ അടുത്ത തവണ വി കെ പ്രശാന്തിനെ നേരിടാൻ എത്തുന്നത് മുരളീധരനാണ് എന്നയാണല്ലോ കോൺഗ്രസിൽ ഇല്ല സാറേ, അതിൽ അവിടെ നമ്മൾ നോക്കുമ്പോൾ കാണാത്തത് കൊണ്ട് തോന്നുന്നതാണ്. അവിടെ CPM-ന് നിറയെ നേതാക്കൾ അല്ലല്ല. പക്ഷേ വി കെ പ്രശാന്തിന് തിരുവനന്തപുരം മണ്ഡലത്തിൽ എന്തുകൊണ്ടാണ് വി കെ പ്രശാന്തിനെ മത്സരിപ്പിച്ചത്? മേയർ എന്ന നിലയിൽ വി കെ പ്രശാന്ത് തിരുവനന്തപുരത്ത് നടത്തിയ കോൺട്രിബ്യൂഷൻസ് അത് MLA എന്ന നിലയിൽ സഹായിച്ചു എന്ന് മാത്രമല്ല അവിടെ വി കെ പ്രശാന്തിന് അനുകൂലമായിട്ട് തരംഗം ഇപ്പോഴും ഉണ്ട്. കാര്യം മേയർ അവിടെ പരാജയമാണ്, മേയർ ബ്രോ എന്നാണ് വിളിക്കുന്നത്. ആ രീതിയിലൊരു ജനകീയനാണ് വി കെ പ്രശാന്ത്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് അടുത്ത തവണ വി കെ പ്രശാന്ത് വട്ടിയൂർക്കാവിൽ മത്സരിക്കും, മന്ത്രിയാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ 2 ടൈം ആയിട്ടില്ല എന്നുള്ളതാണ്. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഈ ചെങ്ങന്നൂരിലേക്ക് വന്നാൽ നേരത്തെ പറഞ്ഞു അവിടെ ഉപതെരഞ്ഞെടുപ്പാണ്. രാമേന്ദ്രൻ നായർ ശേഷമാണല്ലോ സജി ചെറിയൻ വരുന്നത്. അപ്പോൾ 2 ടൈം നിർബന്ധമാക്കിയാൽ പോലും സജി ചെറിയനും വി കെ പ്രശാന്തും അവിടെ സേഫാണ് എന്നുള്ളതാണ്. പക്ഷേ അതേസമയം ഷംസീറിന് അത് ബാധകമാണ്. ഷംസീറിൻ്റെ കാര്യത്തിൽ അതേപോലെ നമ്മളുടെ ഈ കടകംപള്ളിയുടെ കാര്യത്തിൽ മട്ടന്നൂരിൽ നിന്ന് ശൈലജ ടീച്ചറിൻ്റെ കാര്യത്തിൽ രാജേഷിന് പ്രശ്നമല്ല. അല്ല, രാജേഷ് വർഷം 2 പ്രാവശ്യം മത്സരിച്ചു. എം പി രാജേഷ് മത്സരിച്ചല്ലോ. എം പി രാജേഷ് അല്ലല്ല, എം പി രാജേഷ് മത്സരിക്കുന്നത് ഇവിടുന്ന് MP ആയിരുന്നു. തൃത്താലയിൽ രാജേഷിന്റെ ഫസ്റ്റ് ആണ്. പി രാജീവും വരുന്നത് മത്സരിക്കുന്നുണ്ട്. അപ്പൊ അവർക്കത് ബാധകമാവുന്നില്ല. ഇനി അതുകൊണ്ട് ഈ ബാലഗോപാൽ കൊട്ടാരക്കരയിൽ നിന്ന് മത്സരിക്കുന്നത് അല്ലേ, അപ്പൊ അവർക്കത് ബാധകമാവുന്നില്ല. അപ്പൊ കടകംപള്ളിക്ക് ബാധകമാണ്, മട്ടന്നൂരിൽ നിന്ന് നമ്മുടെ ശൈലജ ടീച്ചറിന് ബാധകമാണ്, അതേപോലെ സജി ചെറിയന് ബാധകമല്ല. അപ്പം ഷംസീറിന് ബാധകമാണ്. അപ്പൊ 2 ടേം നിബന്ധന എന്നുള്ളത് പാർട്ടിയുടെ വിജയസാധ്യതയെ ബാധിക്കുമെന്നൊന്നും പാർട്ടി കണക്കാക്കുന്നില്ല. കുന്നംകുളം AC മൊയ്തീൻ അവിടെ AC മൊയ്തീൻ തുടരുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാര്യം അത് അടിസ്ഥാനമായി ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്ന വിവരമനുസരിച്ച് AC മൊയ്തീൻ തുടരാനുള്ള സാധ്യതയും കാണുന്നില്ല. അപ്പോൾ അതും ഒരു പ്രധാനപ്പെട്ട വിഷയമല്ല. അപ്പോൾ 2 ടേം ഇല്ലെങ്കിലും പാർട്ടി 3-ാം ഊഴത്തിലെത്തും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. കാര്യം അത് പാർട്ടിയുടെ അണികൾക്ക് ഉറപ്പായിട്ടുണ്ട്. ആ വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് സംസ്ഥാന സമ്മേളനത്തിൽ ഇറങ്ങാൻ പോകുന്നത്. സംസ്ഥാന സമ്മേളനത്തിൽ ഉണ്ടാവാതിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, സംസ്ഥാന സർക്കാരിനെതിരെയുള്ള രൂക്ഷ വിമർശനം സംസ്ഥാന സമ്മേളനത്തിൽ ഉണ്ടാവുകയേയില്ല. കാര്യം ഏറെക്കുറെ അടുത്ത മുന്നണിയെ നയിക്കാൻ പോകുന്നത് പിണറായി വിജയനാണ് എന്നുള്ളത് പറയാതെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അടുത്ത ഓപ്ഷനുകളെ കുറിച്ച് ആലോചിക്കുന്നില്ല. പിണറായി വിജയനെതിരെ വ്യക്തിപരമായിട്ടോ ആഭ്യന്തര വകുപ്പിനെതിരെയോ, ആഭ്യന്തര വകുപ്പിൽ നമ്മൾ ആദ്യം പ്രതീക്ഷിച്ചതുപോലെയല്ല പിന്നീട് ജില്ലാ സമ്മേളനങ്ങളിൽ കാര്യമായ രൂക്ഷമായ വിമർശനം ഉണ്ടായില്ല. കാര്യം തുടങ്ങുന്ന സമയത്ത് PV Anwar ഉയർത്തിവിട്ടൊരു ഭൂതം ഉണ്ടായിരുന്നു. ലോക്കൽ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും ഒക്കെ ചർച്ച ചെയ്ത് തുടങ്ങുമ്പോൾ PV Anwar ഉയർത്തിവിട്ട വിവാദം ലോക്കൽ കമ്മിറ്റിയിലൊക്കെ പകുതിയോളം ആളുകളാണ് PV Anwar-നോടൊപ്പം നിന്നുകൊണ്ട് വിഷയം ഉന്നയിച്ചത്. പക്ഷെ പിന്നീട് PV Anwar ദുർബലനായപ്പോൾ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കണം പറഞ്ഞു. പക്ഷേ എന്താ സംഭവിച്ചത്? ജില്ലാ കമ്മിറ്റിയിലേക്ക് എത്തുമ്പോഴേക്ക് PV Anwar ദുർബലനായി. PV Anwar-ന്റെ പൊളിറ്റിക്സിനെ തുറന്നു കാട്ടാൻ CPM-ന് സാധിക്കുകയും PV Anwar-നെ ഉന്നയിച്ച എല്ലാ ആഭ്യന്തര വകുപ്പിനെതിരെയുള്ള ആരോപണങ്ങളും കാറ്റിൽ പറത്തുകയും ചെയ്തു. അത് പിന്നീട് ജില്ലാ കമ്മിറ്റിയിൽ പലരും ചർച്ച ചെയ്തത് പോലുമില്ല എന്നാണ് മനസ്സിലാവുന്നത്. മലപ്പുറത്തുണ്ടായി കേട്ടോ. മലപ്പുറത്ത് ഈ പറയുന്ന വിഷയങ്ങളൊക്കെ പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. അപ്പോൾ സംസ്ഥാന സമ്മേളനത്തിലും സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷമായ അഭിപ്രായ പ്രകടനങ്ങൾ ഡെലിഗേറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. എന്നാൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട ചില വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ സംസ്ഥാന സമ്മേളനത്തിൽ ചർച്ചയാവും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. സംഘടനാപരമായ ചർച്ചയായിരിക്കും നടക്കുക. ബാക്കിയെല്ലാം വരാൻ പോകുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റിലും അടുത്ത പാർട്ടി കോൺഗ്രസിലുമായിട്ടായിരിക്കും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഈ തലമുറ മാറ്റം? എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യം, CPM എന്ന് പറയുന്ന പാർട്ടി നമ്മൾ പല രീതിയിലും വിമർശിക്കുമ്പോഴും പാർട്ടി കഴിഞ്ഞ തവണ കണ്ണൂരിലെ പാർട്ടി കോൺഗ്രസിലെടുത്ത തീരുമാനം വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ്, 2 ടേം എന്നുള്ളത്. അതിന് തൊട്ട് മുമ്പ് മന്ത്രിമാരായിട്ടിരിക്കുന്നവരെ ഒഴിവാക്കിക്കൊണ്ട് പുതുതലമുറയ്ക്ക് അവസരം നൽകിയത്. നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ ഏതൊരു പാർട്ടിയുടെയും വളർച്ച എന്ന് പറയുന്നത് അവരുടെ ഒരു 2ാമത്തെ നിരയെ വളർത്തുക എന്നുള്ളതാണ്. ആ ഒരു നിരയെ വളർത്തുക എന്നുള്ളത് വളരെ കൃത്യമായി ചെയ്തു പോകുന്ന പാർട്ടിയെ CPM. എന്നാൽ അത് ചെയ്യാതെ പോയൊരു പാർട്ടിയായിരുന്നു കോൺഗ്രസ്. അതാണ് കോൺഗ്രസ് നേരിട്ട അപകടം. കോൺഗ്രസിന് പുതുമുഖങ്ങൾ ആരുണ്ട്? ഒരു നിരയെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചു. ഇപ്പോൾ PC വിശ്വനാഥ്, VT ബൽറാം ഒരു കാലഘട്ടത്തിൽ അതിനകത്തൊരു പ്രത്യേകം അറിയോ, കോൺഗ്രസ് 2ാം നിര എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിനെയാണ് കണക്കാക്കിയേക്കണേ. അവിടെ പ്രശ്നം അവരാണ് യൂത്ത് കോൺഗ്രസ് 2ാം നിര. യൂത്ത് കോൺഗ്രസ് ഏറെക്കാൾ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നതിന് മുമ്പ് യൂത്ത് കോൺഗ്രസ് PC വിശ്വനാഥിന്റെ കയ്യിലായിരുന്നു, അല്ലെങ്കിൽ ഷാഫി പറമ്പിന്റെ കയ്യിലായിരുന്നു. ഷാഫി പറമ്പിൽ VT ബൽറാം, അതേപോലെ ഈ പറയുന്ന ആരാണ് നമ്മൾ PC വിശ്വനാഥ്. ഇതല്ലാതെ വേറെ നേതാക്കളുടെ പേര് പറയാനില്ല. സിദ്ദിഖ് കുറച്ചുകൂടി മുതിർന്ന നേതാവാണെന്ന് നമുക്ക് പറയാം. എന്നാൽ നോക്കൂ, ഇത്തവണ ഈ നിയമസഭയിൽ പെർഫോം ചെയ്തിരിക്കുന്ന മന്ത്രിമാരാരൊക്കെയാ? ഒന്ന് P രാജീവ്, ഈ നിയമസഭയിൽ ഏറ്റവും തന്നെ പെർഫോം ചെയ്ത മന്ത്രിമാരിൽ ഒരാളല്ലേ. മറ്റൊരാൾ നിയമസഭയിൽ പെർഫോം ചെയ്ത MB രാജേഷ്, ഈ നിയമസഭയിൽ നന്നായിട്ട് പെർഫോം ചെയ്ത ആൾക്കാരല്ലേ. ഇവരെ എവിടെയാണ് പാർട്ടിയുടെ സംഘടനാ തലത്തിലും ഉപയോഗിക്കാൻ പറ്റുകയും പാർലമെൻ്ററി തലത്തിലും ഉപയോഗിക്കാൻ പറ്റിയ ഒരു 2ാമത്തെ നിരയെ CPM ഇതിനകം തന്നെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷംസീർ, PK ബിജു,
ഇനി വരാൻ പോകുന്ന നേതാക്കൾ സ്വരാജ് ഇപ്പോൾ ഇല്ല, നിയമസഭയ്ക്കുള്ളിലില്ല, അദ്ദേഹമാണ് ഒരു പതാക എന്തെന്ന ക്യാപ്റ്റൻ. അപ്പോൾ ഒരു രണ്ടാം നിര CPM-ൽ ഓൾറെഡി തയ്യാറാണ്. അപ്പോൾ അതൊരു പാർട്ടിയുടെ നയമാണ്, അതൊരു പാർട്ടിയുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്ന, പാർട്ടിയുടെ സംഘടന രീതിയിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു നിലപാടായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അത് കേരളത്തിൽ അങ്ങനെയാണെങ്കിൽ ഒരു യൂത്ത്ഫുൾ മുഖ്യമന്ത്രിയെ കൂടെ പ്രഖ്യാപിച്ച് മുന്നോട്ട് അല്ല, അത് നോക്കൂ, അത് രണ്ട് രീതിയിൽ. ഇപ്പോൾ എന്തുകൊണ്ടാണ് BJP വന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. BJP കേന്ദ്രത്തിൽ ഒരു രണ്ടാം നിരയെ കൊണ്ടുവരുന്നുണ്ട്, നരേന്ദ്രമോദിയെ മാറ്റുന്നില്ല. പക്ഷേ നരേന്ദ്രമോദിയെ മാറ്റുന്നില്ല എന്നുള്ളത് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. കാര്യം നരേന്ദ്രമോദിയെ ഫേസാക്കി നിൽക്കുന്നതിനോടൊപ്പം തന്നെ ഒപ്പം നിൽക്കുന്ന ഒരു രണ്ടാമത്തെ നിരയെ കൂടി BJP അവിടെ കേന്ദ്രത്തിൽ വളർത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ വരുമ്പോൾ തിരിച്ചാണ്, വ്യത്യസ്തമാണ് അനുഭവം എന്ന് നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ കൂടുതൽ നേതാക്കളെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്, ജില്ലയെ തന്നെ വിഭജിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊരു എഫേർട്ടാണ്. പക്ഷേ CPM അത് ചെയ്തത് അതും ഒരു തുടർഭരണത്തിൻ്റെ സാധ്യതയെക്കുറിച്ച് സംശയം ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിലാണ്. അവിടെ വലിയ ആരോപണങ്ങൾ നേരിടുന്ന ഘട്ടത്തിലാണ് പാർട്ടി അങ്ങോട്ട് ബോൾഡായി തീരുമാനം എടുക്കുന്നത്. പാർട്ടിയുടെ ഏറ്റവും നല്ല ഫേസ് ആയിരുന്നില്ലേ തോമസ് ഐസക്ക്? പാർട്ടിയുടെ ഏറ്റവും നല്ല ഫേസ് ആയിരുന്നില്ലേ ശൈലജ ടീച്ചർ? പാർട്ടിയുടെ ഏറ്റവും നല്ല ഫേസ് അല്ലേ G. സുധാകരൻ? ഇവർ മൂന്നുപേരും അല്ലേ യഥാർത്ഥത്തിൽ രണ്ടാം പിണറായി സർക്കാരിനെ അധികാരത്തിലെത്തിക്കുന്നതിൻ്റെ 60% ക്രെഡിറ്റിൻ്റെ ഉത്തരവാദികളായിരുന്നവർ. ഇവർ മൂന്നുപേരെയും രണ്ടുപേരും മത്സരിക്കേണ്ട എന്ന് പറയുന്നു, മറ്റൊരാൾ മത്സരിച്ചെങ്കിലും മന്ത്രിയാക്കുന്നില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നു. ആ തീരുമാനം വളരെ ബോൾഡായ ഒരു ഇനിഷ്യേറ്റീവാണ്. അത് കൊടുത്തൊരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജ് പാർലമെന്ററി വ്യാമോഹങ്ങളിൽ കുരുങ്ങേണ്ടതല്ല എന്നും നിങ്ങൾക്ക് അവസരം വരുമെന്നും 2 ടൈം കഴിഞ്ഞാൽ ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുക, മറ്റുള്ളവർക്ക് അവസരം കിട്ടുക എന്നുള്ളതാണ്. ആ നിലപാട് തന്നെ പാർട്ടി ഇത്തവണയും നഷ്ടപ്പെടുന്നില്ല. പിന്നെ മൂന്നാമത് മത്സരിക്കാം. ഇനിയിപ്പോൾ തോമസ് ഐസക്കിനെ കൊണ്ടുവരാം, അങ്ങനെ പ്രതികൂലമായ സാഹചര്യമാണെന്നുണ്ടെങ്കിൽ മാത്രം. ഞാൻ പറയുന്നത് അത്തരം സ്റ്റെപ്പുകളിലേക്കൊന്നും CPM പോവില്ല എന്നാണ്. CPM ഈസ് വെരി കോൺഫിഡൻറ്റ്. അവരുടെ പാർട്ടി കണക്കുകൾ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ നോക്കൂ, കാട്ടാക്കടയിൽ വല്ല മാറ്റം ഉണ്ടാവും. ഞാൻ മനസ്സിലാക്കുന്നത് കാട്ടാക്കടയിൽ നല്ല പെർഫോമൻസ് ആണ് അവിടുത്തെ MLA നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ ഇപ്പോൾ ഏത് മണ്ഡലമാണ് തിരിച്ചുപിടിക്കാവുന്ന മണ്ഡലങ്ങൾ കോൺഗ്രസിന് 21 മണ്ഡലങ്ങളിൽ നിന്ന് കൂട്ടാൻ പറ്റുന്ന മണ്ഡലങ്ങൾ കുറവാണ്. ഉണ്ണി ബാലകൃഷ്ണൻ ഓരോ മണ്ഡലങ്ങളിലേക്കും എടുത്തു നോക്കിയാൽ അവിടെ മണ്ഡലങ്ങളിലെ MLA-മാർക്കെതിരായിട്ടുള്ള ആൻറ്റി ഇൻകംബൻസി 0 പലയിടങ്ങളിലും. അതേസമയം സർക്കാരിനെതിരെ വേണമെങ്കിൽ നമുക്ക് പറയാം, ഈ പറയുന്ന ഒരു ഭരണവിരുദ്ധ വികാരം, പ്രതിപക്ഷം ഉയർത്താൻ ശ്രമിക്കുന്ന ഭരണവിരുദ്ധ വികാരം എന്ന് പറയാം. പക്ഷേ അത് MLA തലത്തിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് CPM-ന്റെ കരുത്തായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ തൃത്താലയിൽ നോക്കൂ, തൃത്താലിൽ MP രാജേഷിനെതിരെ ഭരണവിരുദ്ധ വികാരം ഇല്ല, അവിടെ കൊടുത്തിരിക്കുന്ന പദ്ധതികളുണ്ട്, പോളിസികളുണ്ട്. അതേപോലെ P. രാജീവിൻ്റെ കളമശ്ശേരിയിൽ നോക്കൂ, കളമശ്ശേരിയിലാണ് ഈ പറയുന്ന, അവിടെ പക്ഷേ ലീഗിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി ആണെന്നൊരു പ്രത്യേകതയും കൂടിയുണ്ട്, അതും കൂടിയുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയും മറ്റ് അപകട സാധ്യതയില്ല. ഓരോ മണ്ഡലങ്ങളെടുത്ത് നമ്മൾ ചെങ്ങന്നൂരിലുമില്ല. ചെങ്ങന്നൂരിലും സജി ചെറിയാനെ കുറിച്ച് എന്തൊക്കെ അഭിപ്രായം പറഞ്ഞാലും MLA എന്നതിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അവിടെ റേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഏറ്റുമാനൂരിലില്ല. VL വാസവൻ എന്താ ഉള്ളത്? ഓരോ മണ്ഡലം എടുത്ത് പരിശോധിച്ച് നോക്ക്. കൊട്ടാരക്കരയിലുണ്ടോ? കൊട്ടാരക്കര IT പാർക്ക് വരാൻ പോവാണ്. കൊട്ടാരക്കരയിൽ KM ബാലഗോപാലിനെതിരെ ഒരു വികാരവും ആ ഒരു ആൻറ്റി ഇൻകംബൻസി ഫീലിംഗ് ഇല്ല. ആറന്മുളയിൽ ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം, അവിടെ ഒരു ഇക്വേഷൻസ് ഒക്കെ മാറുന്ന സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും എന്ന് നമുക്കറിയില്ല. മന്ത്രി എന്ന നിലയിലുള്ള പെർഫോമൻസിൽ തട്ടുകേടുണ്ടെങ്കിലും MLA എന്ന നിലയിൽ അവർ പെർഫോം ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ. കാരണം അവിടെ പകരം നിർത്താൻ പോകുന്നതായിരുന്നു. ഇപ്പോൾ നേരത്തെ മത്സരിച്ച ശിവദാസനായിരുന്നു അല്ലേ, കടവൂരായിരുന്നു. അപ്പം ഇന്നിപ്പോൾ ആറന്മുളയിൽ കോൺഗ്രസിൽ നിർത്താൻ പറ്റുന്ന സ്ഥാനാർത്ഥി ഒരാൾ രാഹുൽ മാങ്കോട്ടത്തിലായിരുന്നു, പിന്നുള്ളത് അബിൻ വർക്കിയ അവിടെ മത്സരിക്കുമെന്ന് നമുക്ക് നിശ്ചയമില്ല വരുന്ന സാഹചര്യങ്ങളിൽ. അപ്പോൾ ഓരോ MLA-മാരുടെയും പെർഫോമൻസ് കൂടി എടുത്തു നോക്കിയാൽ CPM ഈസ് വെരി കോൺഫിഡൻറ്റ്. അതുകൊണ്ട് വലിയ തീരുമാനങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതും പക്ഷേ നിബന്ധന മാറ്റം ഉണ്ടായേക്കാം എന്ന് തന്നെ ഞാൻ കരുതുന്നു. അത് ഈ പറഞ്ഞതുപോലെ കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തുക എന്നതിൻ്റെ കൂടെ അടുത്ത തവണത്തെ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പാനലിനെ കൂടുതൽ മനോഹരമാക്കുക എന്നതായിരിക്കും ഉദ്ദേശം. അത് സംസ്ഥാന സമ്മേളനത്തിന് ശേഷം മാത്രമേ തീരുമാനിക്കൂ. സംസ്ഥാന സമ്മേളനത്തിൽ ആ വിഷയം ചർച്ചയാവുകയില്ല. സുജയ, നിബന്ധന മാറ്റത്തിൽ ചർച്ചകൾ നടക്കാനുള്ള സാധ്യതയേക്കാൾ ഒരു പുതിയ മുഖം എന്ന രീതിയിൽ ഒരു റീബ്രാൻഡിങ്ങിന് CPIM ഈ സമ്മേളനത്തോടെ തയ്യാറാകുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഒന്നാം പിണറായി സർക്കാരോ രണ്ടാം പിണറായി സർക്കാരോ ആയിരിക്കില്ല അടുത്ത ഭരണ തുടർച്ച ലക്ഷ്യമിട്ടുകൊണ്ട് അവർ മുന്നോട്ട് വെക്കാൻ പോകുന്ന ബ്രാൻഡ്. അപ്പോൾ ഉറപ്പാണ് LDF ആ ക്യാച്ച് വേർഡ്സ് ഒക്കെ മാറും. ഒരു റീബ്രാൻഡിങ്ങിലൂടെ ഭരണം നിലനിർത്താൻ കഴിയുകയുള്ളൂ. അതിന് കേന്ദ്രത്തിലെ നരേന്ദ്രമോദിയെ കുറച്ചൊക്കെ പഠിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, എങ്ങനെയാണ് എവിടെയൊക്കെയാണ് എക്സസൈസ് ചെയ്തത് എന്നുള്ളത്. കാരണം മഹാരാഷ്ട്രയിൽ നഷ്ടപ്പെട്ട ഭരണം അവർ തിരിച്ചു പിടിക്കുന്നത് എങ്ങനെയാണ് എന്ന് കേരളത്തിലിരുന്ന് പിണറായി വിജയനും CPIM-ഉം കൃത്യമായി ഒബ്സർവ് ചെയ്തതാണ്. മഹാരാഷ്ട്രയിൽ നിന്ന് വലിയ തിരിച്ചുവരവ് മാസങ്ങൾക്കുള്ളിൽ കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ കേരളത്തിൽ ഏതെങ്കിലും സീറ്റുകൾ നഷ്ടമാവുകയാണെങ്കിൽ ആ നഷ്ടം നികത്താനായി തങ്ങൾക്ക് പിടിക്കാൻ കഴിയുന്ന സീറ്റുകൾ, ഇപ്പോൾ കോൺഗ്രസിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന സീറ്റുകൾ അടുത്ത തെരഞ്ഞെടുപ്പിലും അവർക്ക് നിലനിർത്താൻ കഴിയുമെന്ന് നമുക്ക് അസ്യൂം ചെയ്യാൻ കഴിയില്ല. കാരണം തുടർച്ചയായി പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അതിൻ്റേതായ ഒരു പ്രശ്നങ്ങൾ ആ മണ്ഡലങ്ങളിൽ ഉണ്ടാകും. MLA-മാരുടെ പെർഫോമൻസിലടക്കം അത് ബാധിക്കുകയും ചെയ്യും. അപ്പോൾ ഭരണ തുടർച്ച ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള റീബ്രാൻഡിങ് എങ്ങനെയാണ്, അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ എങ്ങനെയായിരിക്കും ഈ സമ്മേളനത്തിൽ നടക്കുക എന്നതാണ് ഞാൻ ഉറ്റുനോക്കുന്നത്. അതിൽ ഈ 2 ടേം മാറ്റി 3 ടേം CPI-യുടെ അതേ പാതയിലേക്ക് ആ വിഷയത്തിൽ ലയനത്തിൻ്റെ കാര്യത്തിലൊന്നും ഓക്കെ അല്ലെങ്കിൽ പോലും CPI-ക്ക് 3 ടേം ആണല്ലോ തുടർച്ചയായി, ആ ഒരു കാര്യത്തിലേക്ക് CPIM എത്താനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. 2 ടേം എന്നുള്ളത് മാറ്റി 3 ടേം ആക്കുക. അപ്പോൾ ഇപ്പോഴത്തെ പല ആളുകൾക്കും പ്രശ്നങ്ങളില്ലാതെ അത് ഒഴിവാക്കാനും കഴിയും. വിജയസാധ്യത ഉറപ്പുള്ള സിറ്റിംഗ് MLA-മാരെ മാറ്റി പകരം യുവ നേതാക്കളിൽ
ആരെ കൊണ്ടുവന്നാലും ആ സീറ്റ് തട്ടിയെടുക്കാൻ കോൺഗ്രസ് മാത്രമല്ല, അപ്പുറത്ത് BJP നിൽക്കുന്നുണ്ട്. ഈ ജില്ലാ സമ്മേളനങ്ങളിൽ അതുപോലെ തന്നെ ഏരിയ സമ്മേളനങ്ങളിൽ എല്ലായിടങ്ങളിലും ഏറ്റവും കൂടുതൽ ഒരു പൊട്ടൻഷ്യൽ ത്രെട്ടായി കണ്ടത് BJP-യാണ്. BJP-യുടെ വളർച്ച അത് നോക്കിക്കാണണം എന്ന് പല സമ്മേളനങ്ങളിലും കൃത്യമായി ചർച്ചകൾ വന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ഒരു വോട്ട് വളർച്ച എന്നത് CPIM-ന്റെ വോട്ടുകളാണ് BJP കൊണ്ടുപോവുക, പ്രത്യേകിച്ചും അതിലെ ഈഴവ വോട്ടുകളടക്കം പോകാനുള്ള ഒരു സാധ്യത, അതിനെ എങ്ങനെ തടയിടണം, അതിനുവേണ്ടിയുള്ള റീബ്രാൻഡിങ് എങ്ങനെ വേണം, അതേക്കുറിച്ച് ഈ സമ്മേളനത്തിൽ ചർച്ച നടക്കുമെന്നുള്ളത് തീർച്ചയാണ്. നേരത്തെ ഉണ്ണി സാർ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന സമ്മേളനത്തിന് ശേഷം പുതുതായി വരുന്ന സംസ്ഥാന സമിതിയിലായിരിക്കും ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇനിഷ്യേറ്റ് ചെയ്യുക. അതാണ് നമ്മൾ കാണാറുള്ള പതിവ്. അതിനുശേഷം മേൽഘടകങ്ങളിലേക്ക് ചർച്ച പോകുന്നു എന്നത്. അതുപോലെ തന്നെ പ്രായപരിധി എന്ന് പറയുന്നതൊക്കെ അതൊക്കെ വേണോ, അതൊക്കെ ഇനിയും വേണ്ട കാര്യമാണോ? കാരണം ഒരാൾക്ക് എത്ര വരെ പെർഫോം ചെയ്യും, പൊളിറ്റിക്സിൽ അങ്ങനെ ഒരു റിട്ടയർമെന്റ് ഏജ് വേണോ എന്ന കാര്യത്തിൽ ഒരു പക്ഷേ ചർച്ച നടന്നേക്കാം. കാരണം പൊളിറ്റിക്സിലുള്ള പൊളിറ്റീഷ്യൻസ് റിട്ടയർ ആവുന്നില്ലല്ലോ, അവരുടെ മരണത്തോടു കൂടി മാത്രമേ അവരുടെ റിട്ടയർമെന്റ് സംഭവിക്കുന്നുള്ളൂ. കാരണം പൊളിറ്റിക്കലി ആക്റ്റീവായി നിൽക്കാനേ ഏത് രാഷ്ട്രീയക്കാരനും ആഗ്രഹിക്കുകയുള്ളൂ. അപ്പോൾ അത് CPIM-നുള്ളിൽ ഒരു നിബന്ധന വെച്ച് 75 വയസ്സാകുമ്പോഴേക്കും ഒരു നിർബന്ധിത വിരമിക്കൽ കൊടുക്കണോ എന്ന രീതിയിൽ നേരത്തെ തന്നെ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. കാരണം VS അച്യുതാനന്ദൻ അടക്കം മുഖ്യമന്ത്രിയാകുന്നത് ഏത് പ്രായത്തിലാണ് എന്നതുകൂടി നമ്മൾ ഓർക്കണം. അതെ, അങ്ങനെ നോക്കുമ്പോൾ ഈ 75 വയസ്സ് എന്ന് പറയുന്ന ഒരു പ്രായപരിധിയുടെയൊക്കെ ആവശ്യമുണ്ടോ എന്ന ചർച്ചകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇക്വലന്റായി എടുത്തു കാട്ടാൻ പറ്റുന്ന ഒരു ഫേസ് ആരാണ്? ഒരുപാട് ഫേസസ് ഉണ്ട്, സെക്കൻഡ് നിരയിൽ ഫേസുകളുണ്ട്. പക്ഷേ പിണറായി വിജയന് പകരം PA മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഉയർത്തിക്കാട്ടിക്കൊണ്ട് 3-ാം ഊഴം ഉറപ്പിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം കിട്ടും എന്നുള്ളത് CPIM-ന് നന്നായി അറിയാം. അതുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന രീതിയിൽ തന്നെയുള്ള ബ്രാൻഡിങ്ങിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. PA മുഹമ്മദ് റിയാസിന്റെ കഴിവിനെ നമ്മൾ കുറച്ച് കാണുകയല്ല. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനകം പാർട്ടി അണികൾക്കിടയിൽ, അനുഭാവികൾക്കിടയിൽ നേടിയെടുത്തിരിക്കുന്ന ഒരു സ്വീകാര്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ അദ്ദേഹം വരുത്തിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് കേരളത്തിൽ എന്നുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയന് അനുകൂലമായ ഘടകമായി നിൽക്കുകയാണ്. ആ ഒരു പോർട്ട്ഫോളിയോയിലേക്ക് എത്തുന്നതിന് ആവശ്യമായ രീതിയിലുള്ള മുഖമിനുക്കൽ ഈ നേതാക്കളും നടത്തേണ്ടതുണ്ട്. കാരണം മന്ത്രിസ്ഥാനത്തിരുന്നു കൊണ്ട് മന്ത്രി എന്ന നിലയിലുള്ള പെർഫോമൻസിനൊപ്പം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത ഉണ്ടാക്കിയെടുക്കുക എന്നതും ഒരു ഘടകമാണ്. പിണറായി 1 ആൻഡ് പിണറായി 2 ഈ 2 സർക്കാരുകളെ താരതമ്യം ചെയ്യുമ്പോൾ മന്ത്രിമാരുടെ ഒരു സ്വീകാര്യത എന്ന് പറയുന്നത് മന്ത്രിമാരെ എത്രത്തോളം ജനങ്ങൾക്കിടയിൽ സ്വീകാര്യരാക്കിയിട്ടുണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ P. രാജീവിൻ്റെ കാര്യം നമുക്ക് മാറ്റി നിർത്താം. അദ്ദേഹം സ്വീകാര്യത നേടിയിട്ടുണ്ടെന്നാണ് എൻ്റെ പക്ഷം. കാരണം പല വിഷയങ്ങളിലും അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. വളരെ ആക്റ്റീവായി നിൽക്കുന്ന മിനിസ്റ്ററാണ്. PA മുഹമ്മദ് റിയാസും ഒരു പരിധിവരെ പ്രത്യേകിച്ചും ടൂറിസം വകുപ്പിൻ്റെ കാര്യത്തിൽ ഇനിഷ്യേറ്റീവുകൾ കൊണ്ടുവരികയും ഇടപെടുകയും ചെയ്യുന്നുണ്ട്. പൊതുമരാമത്ത് മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പൂർണ്ണതയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഈ ദേശീയപാതയുടെ കംപ്ലീഷൻ അടക്കമുള്ള കാര്യങ്ങൾ, അതിനുശേഷം സംസ്ഥാന പാതകളിലെ നവീകരണം കൂടി അതേ ലെവലിൽ കൊണ്ടുവരിക എന്നത് PA മുഹമ്മദ് റിയാസിന്റെ മുന്നിലുള്ള ഒരു വലിയ വെല്ലുവിളിയായി തന്നെ നിൽക്കുന്നുണ്ട്. കാരണം അടുത്ത സർക്കാരിലേക്ക് പോകുന്നതിന് മുൻപ് സംസ്ഥാനത്തെ പാതകളൊക്കെ കുണ്ടും കുഴിയും ഇല്ലാതെ നമുക്ക് എല്ലാവർക്കും യാത്ര ചെയ്യാൻ പാകത്തിൽ എല്ലാം ഒരേ രീതിയിൽ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിക്കുക എന്നത് മുഹമ്മദ് റിയാസിന്. കാരണം ഈ കമ്പാരിസൺ വരും. ദേശീയപാത കണ്ടില്ലേ, ദേശീയപാത ഭൂമി ഏറ്റെടുത്ത് കൊടുത്തു എന്നതുകൊണ്ട് മാത്രമല്ല, പാതയുടെ നിലവാരം അളക്കപ്പെടും. 2026 തെരഞ്ഞെടുപ്പിൽ ദേശീയപാതയുടെ നിലവാരവും സംസ്ഥാന പാതയുടെ നിലവാരവും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ഉറപ്പായും വരും. അപ്പോൾ മന്ത്രി എന്ന നിലയിൽ PA മുഹമ്മദ് റിയാസ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ അവസാന പ്രോഗ്രസ് റിപ്പോർട്ടിലേക്ക് വരുമ്പോൾ ഇതാണ് ഏറ്റവും പ്രധാന ഘടകമായി നിൽക്കുക. അപ്പോൾ കുറേ സമയമെടുത്ത് കുണ്ടും കുഴിയുമായി കിടക്കുകയാണ് പാതയെങ്കിൽ അവിടെ ആ മാർക്ക് പോകുമെന്നുള്ളത് ഉറപ്പാണ്. ഇനി EP ജയരാജനും MV ഗോവിന്ദനും 2 നേതാക്കളും സൂചിപ്പിച്ചു കഴിഞ്ഞു പിണറായി തന്നെയാണ് നയിക്കുക എന്ന്. അതല്ലാതെ മറ്റൊരു ചോയ്സ് ഇല്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. മറ്റാരെ നിർത്തിയാലും 3-ാം ഊഴം പിടിക്കാൻ പറ്റില്ല. അത് മുഖ്യമന്ത്രി പിണറായി വിജയനും അറിയാം, CPIM എന്ന പാർട്ടിക്കും അറിയാം. അതുകൊണ്ട് ഇപ്പോൾ ഈ വിജയ KK ശൈലജ നല്ല ചോയ്സാണ്. അവരെ സെക്കൻഡ് ടേമിൽ ആക്കാമായിരുന്നല്ലോ. എന്തുകൊണ്ടാക്കിയില്ല പാർട്ടി? നല്ല ഭൂരിപക്ഷത്തോടെ ഗുഡ് മാൻഡേറ്റിൽ വന്നപ്പോൾ തഴഞ്ഞു കളഞ്ഞില്ലേ ആ പാവത്തിനെ? ഇനി അതേക്കുറിച്ച് എന്തിനാണ് ചർച്ച ചെയ്യുന്നത്? അപ്പോൾ KK ശൈലജയെ ആക്കണമെന്നുണ്ടെങ്കിൽ 2ാമത്തെ ടേമിൽ ആക്കണമായിരുന്നു. അതിന് പകരം പിണറായി വിജയനിൽ തന്നെ 99 നിൽക്കുമ്പോഴും പിണറായി വിജയൻ മതി എന്ന് തീരുമാനിക്കുന്ന പാർട്ടിയാണല്ലോ. അപ്പോൾ പിന്നെ KK ശൈലജയെ ഇനി തിരിച്ചു കൊണ്ടുവരുമെന്നൊക്കെ ഒരു നിൽക്കക്കള്ളി ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ വനിതാ മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞ് ഉയർത്തി കാട്ടുമായിരിക്കാം. എങ്കിലും പിണറായി വിജയൻ എന്ന MV ഗോവിന്ദനും EP ജയരാജനും മാധ്യമങ്ങൾക്ക് നൽകുന്ന ബൈറ്റുകൾ അത് കൃത്യമായ സൂചനയോട് കൂടിയുള്ള ബൈറ്റായി തന്നെയാണ് നമ്മൾ കാണേണ്ടത്. എന്തായാലും MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തും തുടരാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു മാറ്റവും ഈ പാർട്ടിയിൽ ഉണ്ടാകുന്നതായി ഞാൻ കാണുന്നില്ല. കാരണം ഇതേ രീതിയിൽ തന്നെ എല്ലാ തൽസ്ഥിതി തുടരും. അതായത് സംസ്ഥാന സെക്രട്ടറിയായി MV ഗോവിന്ദനും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി സിറ്റിംഗ് മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ മന്ത്രിസഭയിൽ ഒരു പകുതിയൊക്കെ മാറ്റുമായിരിക്കും. പക്ഷേ പകുതി തുടരും. എന്നിട്ട് ഈ പഴയ ആളുകളിൽ KK ശൈലജയോടൊപ്പമുള്ള ആരെങ്കിലുമൊക്കെ റീപ്ലേസ് ചെയ്യുമായിരിക്കും. പ്രത്യേകിച്ചും ആരോഗ്യമന്ത്രിയൊക്കെ റീപ്ലേസ് ചെയ്യാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും അങ്ങനെയുള്ള ന്യൂ പ്ലസ് ഓൾഡ് ആ ഒരു മിക്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. 3-ാം ടേം കൃത്യമായ റീബ്രാൻഡിങ് വേണം. അല്ലാതെ 3-ാം ഊഴം പിടിക്കാൻ കഴിയില്ല. കാരണം അപ്പുറത്ത് കോൺഗ്രസ് മാത്രമല്ല, കോൺഗ്രസിനെ മാത്രം നോക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് തെറ്റായ സ്ട്രാറ്റജിയാണ്. അല്ല ഇത് സാറേ, ഇതിൻ്റെ അതൊരു കാര്യം എന്താണെന്നറിയോ? ഈ ആറന്മുളയിലൊക്കെ വീണ ജോർജ് പോയി
മത്സരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 8 നിലയിൽ പൊട്ടും. കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇപ്പോഴത്തെ മന്ത്രിയായിട്ട് ഏറ്റവും പരാജയമായിട്ട് നിൽക്കുന്ന ഒരാൾ വീണ ജോർജാണ്. ഞാൻ എൻ്റെ അഭിപ്രായത്തിലാണ് ഞാൻ പറയുന്നത്, വീണ ജോർജാണ്. അപ്പോൾ അവരൊക്കെ പോയി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആരോഗ്യമന്ത്രിയായിട്ട് കെ ശൈലജ പെർഫോം ചെയ്ത മന്ത്രിസഭയിൽ ഒരാൾ അവിടെ പോയി 2 ടൈം കഴിഞ്ഞ് ഒരാൾ 3ാമത്തെ ടൈം പോയി മത്സരിച്ച് തോൽക്കുന്നതിനേക്കാളും നല്ലത് ഈ പറയുന്ന ടൈം തുടരുന്നതാണ്, 2 ടൈം തുടരുന്നതാണ്. അവിടെ തോമസ് ഐസക്കിനെ മത്സരിപ്പിക്കാൻ പറ്റും, അതുപോലെ തന്നെ കോട്ടയത്ത് സുരേഷ് കുറുപ്പിനെ മത്സരിപ്പിക്കാൻ പറ്റും. കാരണം അവർക്ക് നല്ല സാമാജികരാണ്, അവിടെയൊക്കെ ആ സീറ്റ് കൂടെ പിടിച്ചു. സുരേഷ് കുറുപ്പ് കുറച്ചൊക്കെ അതൃപ്തിയുണ്ട്. അപ്പോൾ 1-2 കാരണം ഇപ്പം കേരളത്തിലെ മന്ത്രിസഭയിൽ മാറേണ്ട മന്ത്രിമാർ 1, 2, 3 പേരാണ്, ബാക്കിയുള്ളവരെല്ലാം കണ്ടിന്യൂ. ഇപ്പം ഇപ്രാവശ്യത്തെ ടൈമിലുള്ള മന്ത്രിമാരെയും കൂടെ മാറ്റി കഴിഞ്ഞാൽ പിന്നെ വേറെ ഇവിടെ മന്ത്രി. പക്ഷേ അതിനകത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചോയ്സ് എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന് താല്പര്യം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചോയ്സിന് നാട്ടുകാർ വോട്ട് ചെയ്യണമെന്നില്ലല്ലോ. അവിടെ ചെന്ന് ജയിക്കുന്നതും തോൽക്കുന്നതും നമ്മൾ തീരുമാനിച്ചത്. കെ ശൈലജയെ മാറ്റുന്നതും അങ്ങനെ ഒരു താല്പര്യത്തിന്റെ പുറത്താണല്ലോ. അതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ. എന്താ ഈ പറയുന്നത്? കെ ശൈലജയെ മാറ്റാൻ പിണറായി വിജയൻ തീരുമാനിച്ചു. കെ ശൈലജ മത്സരിച്ചെനിക്ക് കെ ശൈലജ മന്ത്രിയായിരുന്ന കാലത്ത് പാർട്ടി പോളിസിയാണെന്നേ. അല്ല, എന്ത് പുതിയ ആൾക്കാരെ മാറ്റെന്താ? ഒരു മിനിറ്റ്. കെ ശൈലജയുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ അതൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതിപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നിഷേധിച്ചിട്ടൊന്നും കാര്യമില്ല. കെ ശൈലജ എങ്ങനെ മാറ്റി നിർത്തപ്പെട്ടു എന്നും കെ ശൈലജ എന്ന ആരോഗ്യമന്ത്രി കോവിഡ് കാലത്ത് എങ്ങനെയാണ് നിപ്പ കാലത്ത് പ്രവർത്തിച്ചതെന്നും ഈ കേരളം കണ്ടതാണെന്നേ. പിന്നെ വാർത്താ സമ്മേളനത്തിൽ മന്ത്രി മിണ്ടണ്ട, മുഖ്യമന്ത്രി മാത്രം മിണ്ടിയാൽ മതി, കാക്കിക്കും പൂച്ചയ്ക്കും വെള്ളം കൊടുക്കുന്ന കണക്കൊക്കെ പറയുമ്പോൾ ആ മന്ത്രി എങ്ങനെയാണ് ആ ദൃശ്യങ്ങളിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടത് നമ്മൾ കണ്ടതാണ്. പാർട്ടിയുടെ ലീഡർഷിപ്പ് അങ്ങനെ തന്നെയാണ് തീരുമാനിച്ചത്. പിണറായി വിജയനെ മുൻനിർത്തിയാണ് തെരഞ്ഞെടുപ്പിൽ. അതാണ് സിംഗിൾ പിണറായി വിജയനെ നിർത്തണ്ടെന്ന് ആരും പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞു കെ ശൈലജ എന്ന മുഖം അവിടെ വേണ്ട എന്ന തീരുമാനം എങ്ങനെ വന്നതാണ്. കാരണം ആ മുഖം കുറച്ചുകൂടി പ്രാധാന്യം നേടുന്ന അത്രത്തോളം കഴിഞ്ഞ തവണ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത മന്ത്രി ഏതാണ്? ഒന്നാം പിണറായി സർക്കാരിന്റെ കാര്യത്തിൽ പൊതുമരാമത്ത് ജി സുധാകരനാ. ഒരു അഴിമതി ഒരു ദാക്ഷിണ്യമില്ലാതെ മൂലക്കിരുത്തിയിരിക്കുകയാണ്. എലമെന്റ് പോലും കൊടുത്തിട്ടില്ല. അത് പിണറായി വിജയൻ പറഞ്ഞിട്ടാണോ ഈ ജി സുധാകരനെ മാറ്റി നിർത്തിയത്? അല്ല, ഈ മാറ്റാൻ പാർട്ടി തീരുമാനമാണ്. പുതിയ നേതാക്കൾ ആരാണ്? പുതിയ പാർട്ടി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയല്ല, അത് പാർട്ടി അതിന്റെ രീതിയുണ്ട്. രീതിയിലാണ് ജില്ലാ സമ്മേളനം സംസ്ഥാന സമ്മേളനം നടക്കുക. സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി അങ്ങനെ. പിന്നെ പിണറായി വിജയൻ പാർട്ടിയെ ഹൈജാക്ക് ചെയ്തു. നമ്മൾ തന്നെ ചർച്ച ചെയ്തില്ല. പിണറായി വിജയന്റെ വിമർശനം ഇതേ വേദിയിൽ നിന്ന് ചർച്ച ചെയ്ത് പറഞ്ഞില്ലേ, സംസ്ഥാന സമ്മേളനത്തിൽ പിണറായി വിജയനെതിരെ ഒരു രീതിയിലുള്ള പരാമർശം സർക്കാരിനെതിരെ മൂന്നാമൂഴം ഉറപ്പിച്ച സാഹചര്യത്തിൽ അങ്ങനെ ഒരു തലക്കെട്ട് ഇനി സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി മാധ്യമങ്ങൾ കൊടുക്കാൻ ആദ്യത്തെ 3-4 ജില്ലാ സമ്മേളനം കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ ഉദ്ദേശിച്ചത്. അല്ലല്ലോ, ആദ്യത്തെ 3 സമ്മേളനങ്ങൾ ആയിരുന്നു എന്നല്ലേ നമ്മളിവിടെ ചർച്ച ചെയ്തത്. എവിടെ വന്നു? ഒരു ചർച്ചയിൽ പി വി അൻവർ വന്നില്ല. ആദ്യത്തെ 2-3 ചർച്ചകൾ കഴിഞ്ഞാൽ പി വി അൻവർ അപ്രത്യക്ഷമായി. 75 വയസ്സ് പൂർത്തിയാകാത്ത പിന്നെ പിണറായി വിജയനെ ഈ 2ാമത്തെ ടൈമിന് മുഖ്യമന്ത്രി ആക്കണ്ടെന്ന് എവിടുത്തെ തീരുമാനമാണ്? ഈ ശൈലജ ടീച്ചർ എവിടുന്നാ വന്നേ? വെറുതെ ഒരാളെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് പിണറായി വിജയനെ മാറ്റി ശൈലജ ടീച്ചറെ ആക്കണം എന്ന് പറയാണ്. ശൈലജ ടീച്ചർ ആവണമെന്ന് സംഘടനകളിൽ നിന്നും സിനിമാ താരങ്ങളിൽ നിന്നൊക്കെ മോശപ്പെട്ട ഒരു മുഖ്യമന്ത്രിയുടെ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒന്ന്, ഒരു സാഹചര്യത്തെ നിങ്ങൾ നേരിടാൻ ഒരു ലീഡറിന് ഞാൻ കെ ശൈലജ ഒട്ടും അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യുന്നില്ല. അവർ വളരെ മികച്ച ഒരു ലീഡറാണ്. പക്ഷെ അവരുടെ പിന്നിൽ ഒരു ബാക്കപ്പ് വർക്ക് ചെയ്തിരുന്നു. ആ ബാക്കപ്പ് നമ്മൾ ഒട്ടും കുറച്ച് കാണുന്നത്. നിപ്പയുടെ കാര്യത്തിൽ, കോവിഡിന്റെ കാലത്ത് ഇവിടുത്തെ ആരോഗ്യ സംവിധാനം മുഴുവൻ, പൊതുജനാരോഗ്യ സംവിധാനം ഉണ്ടല്ലോ കേരളത്തിൽ, അത് UDF LDF കൂടെ കൊണ്ടുവന്ന പൊതുജനാരോഗ്യ സംവിധാനം. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു കോവിഡ് പോലും സംഭവം ഇപ്പോഴും ഉണ്ടായാൽ വീണ ജോർജിന് പിന്നിൽ അണിനിരക്കും. നിപ്പ എങ്ങനെ 2ാം ഘട്ടത്തിൽ നമ്മൾ അതിജീവിച്ചത്? മഗ്സസെ അവാർഡ് വാങ്ങിക്കാൻ സമ്മതിച്ചില്ല. പാർട്ടി സമ്മതിക്കുന്നില്ല. പാർട്ടി അത്തരം തീരുമാനം എടുക്കുന്നില്ല എന്നാ പറയുന്നത്. മഗ്സസിയുമായിട്ടുള്ള അന്തർദേശീയ പുരസ്കാരം വാങ്ങുന്നതിൽ പാർട്ടി അരുൺ സാർ ആ പറയുന്നത് തെറ്റുണ്ട്. ഞാൻ പറഞ്ഞത് ടീച്ചർക്ക് ഒരു ലീഡർഷിപ്പ് കപ്പാസിറ്റി ഉണ്ട്. അത് എല്ലാ സ്ഥലങ്ങളിലും പോയി. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. ഇപ്പം നിപ്പ വന്നു, കോഴിക്കോട് പോയി, അവിടെ വന്ന അണികളെല്ലാം പിന്നെ പാർട്ടി ആരോഗ്യ പ്രവർത്തകരെ എല്ലാം ഒറ്റക്കെട്ടായി നിർത്തും. ലീഡർഷിപ്പ് കപ്പാസിറ്റി ഉണ്ട്. ആ ലീഡർഷിപ്പ് കപ്പാസിറ്റി ഒന്നും വീണ ജോർജിന്റെ കീഴിലാണ്
നിൽക്കുമെന്ന് വിചാരിക്കണം. ആളുകളോട് എമ്പത്തിയോടുകൂടി പെരുമാറുക എന്നൊക്കെ പറഞ്ഞ ഒരു വിഷയമൊക്കെ ഉണ്ടല്ലോ. ആളുകളോട് എമ്പത്തിയോടുകൂടി പെരുമാറുക എന്നുള്ള വിഷയമൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു വനിതാ മന്ത്രിയാണ്, വനിതകളാണ് അവിടെ 23 ദിവസമായി ആ സമരവേദിയിലേക്ക് ഒന്ന് പോയി എന്ന് ശൈലജ ടീച്ചറാണ് കേരളത്തിന്റെ ആരോഗ്യമന്ത്രി എങ്കിൽ ഈ പറഞ്ഞ ആശാ വർക്കർമാർ 23 ദിവസം തിരുവനന്തപുരത്ത് കിടക്കേണ്ട ആവശ്യമേ ഉണ്ടാവില്ല. അതെങ്ങനെ കൈകാര്യം ചെയ്യാമെന്നുള്ള ഒരു പ്ലാനെങ്കിലും ശൈലജ ടീച്ചർക്ക് ഉണ്ടാവും. ഇവരിപ്പോൾ എന്താ വിചാരിച്ചിരിക്കുന്നത്, ആരോഗ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഞാനിതൊന്നും കൈകാര്യം ചെയ്തില്ല, അതല്ല പാർട്ടി നോക്കിക്കോളും, മുഖ്യമന്ത്രി നോക്കിക്കോളും എന്ന് പറഞ്ഞ ശൈലിയില്ല. അന്ന് അങ്ങനെയാണ്. അന്ന് നിപ്പ വരുന്ന സമയത്തും അന്ന് കോവിഡ് വരുന്ന സമയത്തും ശൈലജ ടീച്ചർ ഇറങ്ങി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും മുഖ്യമന്ത്രി ലീഡർഷിപ്പോട് നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ്. ലീഡർഷിപ്പിന്റെ നേരത്തെ മുഖ്യമന്ത്രി നല്ലൊരു മുഖ്യമന്ത്രിയുടെ കീഴിൽ അല്ലെങ്കിൽ ശൈലജ ടീച്ചർക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും പറ്റില്ല. നല്ലൊരു മുഖ്യമന്ത്രി ആയതുകൊണ്ട് ശൈലജ ടീച്ചർ തൊട്ട് മുമ്പുണ്ടായിരുന്ന ആരോഗ്യ ഉപമന്ത്രിയായിട്ടല്ലേ നമ്മൾ കമ്പയർ ചെയ്യുക. അതിന് തൊട്ട് മുമ്പായിരുന്നു ശിവകുമാർ, ഉമ്മൻചാണ്ടി സർക്കാർ അതല്ലേ ശിവകുമാറായിരുന്നു. അതിന് ആ സമയത്താണ് ശൈലജ ടീച്ചറെ വരുന്നത്. ഇപ്പോൾ ശൈലജ ടീച്ചറെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുന്ന ആരാ? വീണ ജോർജ്. ഇനിയിപ്പോൾ അടുത്ത് വരാൻ പോകുന്ന ആരാണ് എന്നുള്ളതാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു കാര്യത്തിൽ ആൾക്കാർ ഇപ്പോൾ ശൈലജ ടീച്ചറാണോ നല്ലത്, പിണറായി വിജയനാണോ നല്ലത് എന്ന ചർച്ച മാറുന്നുണ്ട്. പക്ഷെ വി ഡി സതീശന്റെ പ്രവേശനത്തിലേക്ക് ചർച്ച കാണുന്നുണ്ട് കേട്ടോ. അല്ല, പൂർണ്ണമായിട്ടും ചർച്ച ചെയ്യുന്നത് അല്ല, മുഖ്യമന്ത്രി ആരാവണം എന്നുള്ളതിനെ കുറിച്ചാണല്ലോ പറയുന്നത്. അല്ല, സി പി എം സമ്മേളനത്തിൽ നേതാക്കൾ പിണറായിക്ക് പകരം മറ്റു നേതാവുണ്ടോ, മറ്റു ഓപ്ഷൻ ചർച്ചയാണല്ലോ നടന്നത്. ഉണ്ടാവില്ലല്ലോ. അതിലല്ലേ അത് പറയുന്നത്. അല്ല, അതല്ലേ പറയുന്നത്. മുഖ്യമന്ത്രി ആരാവണം എന്നുള്ള ചർച്ച വന്നപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞത്. റൈറ്റ്. വെൽക്കം ബാക്ക്. നിബന്ധന മാറ്റമോ എന്നാണ് ചോദ്യം. 5 പേരുടെയും അഭിപ്രായം യെസ് എന്നാണ്. Meet the editors.